Good afternoon, all. Good afternoon. Good afternoon, ma'am. Good afternoon, miss. Good afternoon, miss. Good afternoon, ma'am. Good afternoon. Prayer പറഞ്ഞോട്ടാ. Miss a prayer. നാദാ നിന്നെ കാണാൻ നിൻ പാദങ്ങൾ പുൽകാൻ നിൻ കൃപയിൽ ആഴമറിയാൻ നാദാ നിന്നെ കാണാൻ നിൻ പാദങ്ങൾ പുൽകാൻ നിൻ കൃപയിൽ ആഴമറിയാൻ നിഷ്ഫലമാം ജീവിതങ്ങളെല്ലാം നിസ്തുലമായി പൂവണിഞ്ഞിടാൻ നിഷ്ഫലമാം ജീവനിൽ ദിവ്യമാരി പെയ്തിറങ്ങി നിസ്തുലമായി പൂവണിഞ്ഞിടാൻ നാദാ നിന്നെ കാണാൻ നിൻ പാദങ്ങൾ പുൽകാൻ നിൻ കൃപയിൽ ആഴമറിയാൻ നാദാ നിന്നെ കാണാൻ നിൻ പാദങ്ങൾ പുൽകാൻ നിൻ കൃപയിൽ ആഴമറിയാൻ കൈവിടല്ലേ നാദാ തള്ളിടല്ലേ ദേവാ പ്രാണന്റെ പ്രാണനേശുവേ കൈവിടല്ലേ നാദാ തള്ളിടല്ലേ ദേവാ പ്രാണന്റെ പ്രാണനേശുവേ നിൻ സ്തുതി ഗീതം ഞങ്ങളുടെ നാവിൽ നിൻ ദിവ്യ വാഗ്ദാനങ്ങൾ ഞങ്ങൾക്ക് അഭയം നിൻ സ്തുതി ഗീതം ഞങ്ങളുടെ നാവിൽ നിൻ ദിവ്യ വാഗ്ദാനങ്ങൾ ഞങ്ങൾക്ക് അഭയം നാദാ നിന്നെ കാണാൻ നിൻ പാദങ്ങൾ പുൽകാൻ നിൻ കൃപയിൽ ആഴമറിയാൻ നാദാ നിന്നെ കാണാൻ നിൻ പാദങ്ങൾ പുൽകാൻ നിൻ കൃപയിൽ ആഴമറിയാൻ. താങ്ക് യു മിസ്. വളരെ മനോഹരമായിരുന്നു കേട്ടോ മേഘ. സൈനിങ് ഞാനാണ്. ഞാനൊരു പാട്ട് പാടാം. കിളി വന്നു കൊഞ്ചിയ ജാലകവാതിൽ കളിയാൻ ചാരിയതാരേ മുടിയില കോരിയ കാറ്റിൻ മൊഴിയിൽ മധുവാൻ മാറിയതാരേ അവളുടെ കരിമഷിയാലെ കനവുകളെഴുതിയതാരേ നിലവുകളെഴുതിയതാരേ അവളെ തരളിതയാക്കിയതാരേ വരമഞ്ഞളാടിയ രാവിന്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി നിമിനേരമെന്തിനു തേങ്ങി നിലാവിൽ വിരഹമെന്നാലും മയങ്ങി പുലരിതൻ ചുംബന കുങ്കുമമല്ലേ ഋതുനന്ദിനിയാക്കി അവളെ പനിനീർ മലരാക്കി. താങ്ക് യു. മിസ്സസ് സൈനിങ് അല്ല തോട്ട് ഞാനാണ് കേട്ടോ. പറഞ്ഞോട്ടെ മിസ്, കേൾക്കാനില്ലേ? കേൾക്കാടാ, പറഞ്ഞോ. The beauty of learning is that no one can take it away from you. D.B. King. അതായത് പഠനത്തിന്റെ സൗന്ദര്യം എന്തെന്നാൽ അത് നിങ്ങളിൽ നിന്ന് ആർക്കും കവർന്നെടുക്കാൻ സാധിക്കില്ല. D.B. King. താങ്ക് യു. ഓക്കെ,
രണ്ടുപേരും നന്നായിട്ട് പാടിയിട്ട് മേഘ റോഷ്നി രണ്ടുപേരും നന്നായിരുന്നു കേട്ടോ. എല്ലാം മത്സരിക്കുകയാണോ പാട്ട് പാടി? അത് മിസ്സേ എനിക്ക് ചെറുപ്പത്തില് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സോങ് ആയിരുന്നു അത്. ഇപ്പൊ പറയാതിരിക്കാൻ പറ്റൂല മിസ്, ഇതും എന്റെ ഫേവറേറ്റ് സോങ് ആയിരുന്നു മേഘ പാടിയത്. എപ്പോഴും നമുക്ക് രാവിലെ വരും. അതെ പറഞ്ഞോളൂ മിസ്. മേഘ പാടിയിട്ട് ഞാനിരുന്ന് പാടായിരുന്നു. നല്ല രസം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറുപ്പത്തില് മുതല്. പക്ഷെ രണ്ടുപേരും നന്നായിട്ട് ഗിഫ്റ്റഡ് ആണ്. നല്ല രസമുണ്ട് പാട്ട് പാടാൻ. രണ്ടുപേരും പാട്ടൊക്കെ പാടും അല്ലേ? പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടില്ല മിസ്സേ. നീ നന്നായി പാട്ട് പാടും. പഠിച്ചിട്ടില്ല മിസ്സേ, പക്ഷെ സ്റ്റാർ മേക്കർ ഇല്ലേ അതിലൊക്കെ ചെറുതായിട്ടൊന്നിങ്ങനെ തട്ടി കൂട്ടി സെറ്റാക്കും. ഓക്കെ, രണ്ടുപേരും നന്നായിട്ട് പാടുന്നുണ്ട് കേട്ടാ. ഓക്കെ, അപ്പൊ കോൺവെക്കേഷൻ ഒക്കെ വരുമ്പോ നിങ്ങളുടെ പാട്ട് ഉണ്ടാവും കേട്ടോ. ഉണ്ടാവില്ലേ? നോക്കാം, ഉണ്ടാവും. സെറ്റ്. ഓക്കെ, അപ്പൊ നമ്മള് സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? യെസ് മാം. എവിടെ വരെ എടുത്തു എന്ന് ഓർമ്മയുണ്ടോ? ഫാക്ടേഴ്സ് ആണ് എടുക്കേണ്ടത്. റോൾ ഓഫ് ദ ടീച്ചർ വരെ എടുത്തായിരുന്നു. റോൾ ഓഫ് ദ ടീച്ചർ വരെ തീർത്തു, കംപ്ലീറ്റ് ആയി. അതെ മിസ്, എവിടെ വരെ എടുത്തായിരുന്നു? ഇനി സോഷ്യൽ ഡെവലപ്മെന്റ് എടുക്കാനുള്ള. ഓക്കെ, പിന്നെ നമ്മള് സ്റ്റാർട്ട് ചെയ്യുന്നത് സോഷ്യൽ ഡെവലപ്മെന്റ് ആണ് വന്നിട്ട്. മിസ്സേ, പറഞ്ഞോ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല വർക്ക്, കാണിച്ചോട്ടെ? ഏതായിരുന്നു? ഫ്രെയിം ആണോ? ആ അതെ. അല്ല മാം, കളർ ടാബ്ലറ്റ്സ് ആയിരുന്നു. ഫ്രെയിം അല്ല. മാം ഞാനും കൂടി കാണിക്കുന്നു. ക്യാമറ ഓൺ ചെയ്ത് കാണിച്ചു. ഇത് ഞാൻ വന്നപ്പോ ക്യാമറ ഓൺ ചെയ്ത് പഠിക്കായിരുന്നു എങ്ങനെ കാണിക്കണമെന്ന് അല്ലേ? കേട്ടോ. നന്നായിട്ടുണ്ട്. വേറെ ആരാണ്? ഞാനാണ് മാം, കാണിക്കാമേ. പ്രസന്റ് ചെയ്തോ കേട്ടോ. എനിക്ക് ഇതിന് ക്യാമറ വരുന്നില്ലല്ലോ മാം, എങ്ങനെയായിരിക്കും? ചേച്ചി ഓൺ ആക്കേണ്ടി വരും ചേച്ചി. അപ്പൊ ഒരു സിമ്പിൾ വരും മുകളിലായിട്ട്. മുകളിലായിട്ട് രണ്ടൊരു ആരോ മാർക്ക്, ഒരു റൗണ്ടോ സ്ക്വയറോ വരും. ഓക്കെ മാം. ആ ലിങ്ക് സ്പീക്ക് ആവാൻ വേണ്ടി നന്നായിട്ടുണ്ട് കേട്ടോ. കണ്ടോ മാം? ഞാനും കാണിക്കാം മാം. ഓക്കേടാ വിജുസ. ഗോപി നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മാം. മാം ഇവിടെ ക്യാമറ കാണുന്നില്ല. ക്യാമറ മൈക്കില്ലേ നിങ്ങൾ മ്യൂട്ട് ഓൺ ആക്കുന്നതിന് തൊട്ടടുത്തായിട്ട് ഉണ്ടാവില്ല ക്യാമറ. വിന്ദുജ ആദ്യം ക്യാമറ ഓൺ ആക്കേണ്ടി വരും. അതായത് വിന്ദുജയുടെ ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാൽ മാത്രമേ മുകളിൽ അത് കാണുള്ളൂ കേട്ടോ, സൈഡിലായിട്ട്. ഓക്കെ മാം, താങ്ക് യു. സോ നമുക്ക് സോഷ്യൽ ഡെവലപ്മെന്റിലേക്ക് വരാം. സോഷ്യൽ ഡെവലപ്മെന്റ് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല മിസ്സേ അത്. സോഷ്യൽ ഡെവലപ്മെന്റ്, നമ്മൾ സോഷ്യൽ ഡെവലപ്മെന്റ് വേറൊരു നെയിം കൂടി യൂസ് ചെയ്യുന്നുണ്ട്, സോഷ്യലൈസേഷൻ എന്ന് പറയുന്നുണ്ട്. എന്താണ് സോഷ്യലൈസേഷൻ? സാമൂഹിക വികാസം അല്ലെങ്കിൽ സാമൂഹിക വൽക്കരണം എന്നത് നമ്മുടെ സൊസൈറ്റിക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു യൂസ്ഫുൾ മെമ്പർ ആക്കി ഒരു വ്യക്തിയെ മാറ്റുന്ന പ്രോസസ്സിനെയാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മളുടെ സമൂഹത്തിന് നമുക്ക് വാല്യുബിൾ ആയിട്ടുള്ള ഒരു മെമ്പർ ആക്കി മാറ്റുക എന്നതാണ് സോഷ്യലൈസേഷന്റെ എയിം. അതിന് മെയിൻ ആയിട്ട് റോള് വഹിക്കുന്ന കുറച്ച് പേഴ്സൺസ് ഉണ്ട്. ഒന്ന് ഫാമിലിയാണ്,
മറ്റു വ്യക്തിയാണ് ടീച്ചർ. സോഷ്യലൈസേഷൻ പ്രോസസ്സിന് അല്ലെങ്കിൽ കുട്ടിയുടെ സോഷ്യൽ ഡെവലപ്മെന്റ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ ഫാമിലിയാണ്, നമ്മുടെ ഫാമിലി, ഓൺ ഫാമിലി. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ ഏതാണ്? ടീച്ചറാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന കുട്ടീനെ സോഷ്യലൈസ്ഡ് ആക്കുക എന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. ഒരു നല്ലൊരു ഉപയോഗപ്രദമായ ഒരു അംഗമാക്കി മാറ്റുക, എന്നാൽ ഒരു യൂസ്ഫുൾ മെമ്പർ ഓഫ് ദ സൊസൈറ്റി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലെ യൂസ്ഫുൾ മെമ്പർ ആക്കി മാറ്റുക എന്നതിനെയാണ് സോഷ്യലൈസേഷൻ എന്ന് മീനിങ് പറയുന്നത്. സോഷ്യൽ ഡെവലപ്മെന്റ് മീൻസ് അറ്റൈനിങ് ഓഫ് മെച്യൂരിറ്റി ഇൻ സോഷ്യൽ സെറ്റിംഗ്സ്. നമ്മുടെ സോഷ്യൽ സെറ്റിംഗ്സിൽ, സമൂഹത്തില് ഒരു മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുക, അല്ലെങ്കിൽ സോഷ്യൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുക എന്നത് സോഷ്യലൈസേഷൻ ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം, അതേപോലെ തന്നെ മറ്റുള്ളവരുടെ എങ്ങനെ പെരുമാറണം, നമ്മളെ പേഷ്യൻസ് അതെങ്ങനെയായിരിക്കണം, അതേപോലെ ഹാർമണി എങ്ങനെയായിരിക്കണം, ഐക്യം എങ്ങനെയായിരിക്കണം, നമ്മുടെ കെയർ എങ്ങനെയായിരിക്കണം, മറ്റുള്ളവരുടെ ആപത്തായിട്ടുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ ഹെൽപ്പ് എങ്ങനെ ചെയ്യണം, അവരുടെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ നമ്മളെങ്ങനെ ഹെൽപ്പ് ചെയ്യണം. നമ്മള് എല്ലാവരോടും ഒരു സിമ്പത്തറ്റിക് മൈൻഡിലായിരിക്കണം നമ്മൾ പെരുമാറാനായിട്ട്. എല്ലാവരെയും കെയർ ചെയ്ത് എല്ലാവരെയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, നമ്മൾ പെരുമാറാൻ വേണ്ടിയിട്ട്. സോ ബിഗിൻ വിത്ത് ദ ഫസ്റ്റ് കോണ്ടാക്ട്. സോഷ്യലൈസേഷൻ എപ്പോഴാണ് ഒരു കുട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്? കുട്ടി ജനിക്കുമ്പോ സോഷ്യലബിൾ ആണോ? ഹായ് അച്ഛ, ഹായ് അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ടാണോ വരുന്നത്? അല്ലെങ്കിൽ അവർ നമ്മളെ കാണുമ്പോ തന്നെ തിരിച്ചറിയുക ചെയ്യും? അച്ഛൻ വന്ന് കുട്ടീനെ എടുത്തിട്ട് കുട്ടി അച്ഛനെ നോക്കുന്നുണ്ടാവും, പക്ഷെ അവൻ ആരാണെന്ന് തിരിച്ചറിയുന്നുണ്ടാവില്ല. ജനിക്കുന്ന സമയത്ത് ഇൻഫൻസ് സോഷ്യലബിൾ അല്ല, അല്ലെ? പതിയെ അവര് സോഷ്യലബിൾ ആയി മാറാണ് ചെയ്യുന്നത്. അവര് ഫസ്റ്റ് കോണ്ടാക്ടിലൂടെ തന്നെ എന്ത് ചെയ്യുന്നില്ല, അമ്മേനെയും അച്ഛനെയും തിരിച്ചറിയുന്നില്ല. പതിയെ അവര് നമ്മളുടെ എന്താ പറയാ, ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ കോണ്ടാക്ട് വരുന്ന വ്യക്തികളായിട്ട് മിങ്കിളാകുന്നതിലൂടെ അവരുടെ സോഷ്യലൈസേഷൻ പതിയെ ഒക്യൂർ ചെയ്യണം. കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ദ ലൈഫ്. അവരുടെ ത്രൂ ഔട്ട് ലൈഫ് ഈ സോഷ്യലൈസേഷൻ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നമ്മളൊരു ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ, സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ, ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമ്മളുടെ സോഷ്യലൈസേഷൻ സംഭവിക്കുകയാണ്. നിങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം ഈ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് മിസ്സേ, ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ മ്യൂട്ട് ഓൺ ആയിരിക്കും. സോ സൗണ്ട് ഡിസ്റ്റർബൻസ് കാര്യങ്ങളും വരുന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? ഓട്ടോമാറ്റിക്കലി നിങ്ങൾ തന്നെ എന്ത് ചെയ്തു? സ്വയം മ്യൂട്ട് ആവാൻ ശ്രമിച്ചു. കാരണം ഞാൻ മ്യൂട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ക്ലാസ് ക്ലിയർ ആയിട്ട് കേൾക്കും, എന്റെ ഫ്രണ്ട്സിന് ആർക്കും കേൾക്കില്ല. അപ്പോ നിങ്ങളിൽ മനസ്സിലായി നമ്മളൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ കെയർ ചെയ്യുന്നതുകൊണ്ടാണ് എല്ലാവരും മ്യൂട്ട് ചെയ്ത് നല്ല രീതിയിൽ ക്ലാസ്സും കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ ഒരു നെറ്റ് റിസൾട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യലൈസേഷൻ എങ്ങനെ ഒക്കർ ആവുന്നത്? കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഇന്ററാക്ഷനിലൂടെ മാത്രമാണ് സോഷ്യലൈസേഷൻ ഒക്കർ ആവുന്നത്. ഒരു സ്റ്റേജിൽ കുറച്ച് 5 മിനിറ്റ് സംസാരിക്കാൻ ഭയമുള്ള ആൾക്കാരായിരിക്കും നിങ്ങൾ എല്ലാവരും, അല്ലെങ്കിൽ ഭൂരിഭാഗം പേരും. അവരൊക്കെ ആ പ്രശ്നമൊക്കെ മാറി ഇപ്പൊ എന്തായാലും ഞങ്ങളുടെ ക്ലാസ്സിൽ സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ടോ? സ്വന്തം അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള ഒരു കോൺഫിഡൻസ് വന്നോ ഈ ക്ലാസ്സിലെങ്കിലും? ഇല്ലേ? അപ്പൊ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഇന്ററാക്ഷനിലൂടെ നമ്മളിൽ ഓരോരുത്തരിലും സോഷ്യലൈസേഷൻ പ്രോസസ്സ് സംഭവിക്കുകയാണ്. ഇത് നമ്മുടെ സോഷ്യൽ എൻവയോൺമെന്റിന്റെ ഒരു ഭാഗമാണ്. കുട്ടികളെ സംബന്ധിച്ച് കുട്ടിയുടെ സോഷ്യൽ എൻവയോൺമെന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. വിത്തിൻ ദ ഫാമിലി, നമ്മള് ഫാമിലിയുടെ അകത്താണ് മെയിൻ ആയിട്ട് സോഷ്യലൈസേഷൻ പ്രോസസ്സിൽ മെയിൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻക്ലൂഡ് ചെയ്യുന്നത് ഫാമിലിയുടെ അകത്ത്. ഹെൽപ്സ് ഇൻ ലേണിംഗ് ആക്യുറസി, അക്വയറിംഗ് സോഷ്യൽ ക്വാളിറ്റീസ്. നമുക്ക് ലേൺ ചെയ്യാൻ ചില കുട്ടികള് കുഞ്ഞു കുട്ടിയായിരിക്കുന്ന സമയത്ത് 3 വയസ്സ് വരെയും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ്. നഴ്സറി പോകുന്നത് വരെയും അവരധികം സംസാരിക്കില്ലായിരുന്നു. നഴ്സറി പോയതിനു ശേഷം നന്നായിട്ട് സംസാരിച്ചു തുടങ്ങി. നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതെന്റെ റിയൽ എക്സ്പീരിയൻസ് ആണ്. എന്റെ മോള് ചെറുപ്പത്തില് അധികം സംസാരിക്കില്ലായിരുന്നു. എന്റെ വീട്ടിലെ ഫാമിലിയിലെ ഹസ്ബൻഡിന്റെ ഫാമിലി എല്ലാവരും അധികം സംസാരിക്കാത്ത സൈലന്റ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത്? ഇല്ല അല്ലേ? ഓക്കെ. അപ്പൊ സംസാരിക്കില്ല അവര്. ഹസ്ബൻഡ് സംസാരിക്കില്ല. ഹസ്ബൻഡ് ഈ സമയം ബുക്കിലായിരിക്കുള്ളൂ. റീഡിങ് ആണ് അവർക്ക് ഇഷ്ടമുള്ള ഹോബി. അമ്മയും അച്ഛനും അവരുടേതായ ലോകത്തായിരിക്കും. ഞാൻ മാത്രം എന്താ പറയാ മിണ്ടാണ്ട് ഞാൻ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. ഭയങ്കരമായിട്ട് ഭയം അടക്കില്ലായിരുന്നു ചെറുപ്പത്തിലൊക്കെ.
അപ്പൊ അത്രയും സംസാരിക്കുന്ന ഒരാള് ഈ ഒരു വേൾഡിലേക്ക് വന്നപ്പോ ഞാനും പതുക്കെ പതുക്കെ സൈലന്റ് ആയി. മോള് ചിരിച്ച സമയത്ത് എന്താണ് ഇതേപോലെ തന്നെ അധികം സംസാരിക്കുന്നില്ല, അവൾ ആവശ്യത്തിന് കുറച്ച് വേർഡ്സും കാര്യങ്ങളൊക്കെ പറയുന്നുള്ളൂ. പക്ഷെ അവൾ നേഴ്സറി പോയി തുടങ്ങിയ ശേഷം അവൾ മറ്റു കുട്ടികളുമായിട്ട് സംസാരിക്കാൻ തുടങ്ങുന്നു, അവരുടെ വൊക്കാബുലറി കൂടുന്നു, ലാംഗ്വേജ് ഡെവലപ്മെന്റ് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും, ഒരുപാട് വേർഡ്സ് അവർ കൂടുതലായിട്ട് അക്യൂർ ചെയ്യുന്നു, അവരിൽ കുറച്ചും കൂടി ലാംഗ്വേജ് നല്ല രീതിയിൽ ഡെവലപ്പ് ആവുന്നു. നമ്മൾ വീട്ടിലാകുമ്പോൾ കൊഞ്ചിച്ചൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്, പക്ഷെ ആ ഒരു ഇൻഫന്റ് ആ ഒരു സമയത്തുള്ള ആ ഒരു കൊഞ്ചിച്ചും കാര്യങ്ങളൊക്കെ മാറി വ്യക്തമായ ഒരു വേർഡ്സ് ഫോം ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നു, ട്രൈ ചെയ്യുന്നു. എനിക്ക് പിന്നെ മനസ്സിലായത് മോളെന്നെ പോലെ അവള് പാതോരാണ്ട് ഇത് സംസാരിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ആള് മിണ്ടാതിരുന്നാൽ നല്ലതെന്ന് വിചാരിക്കുന്ന ഒരു സ്റ്റേജിലേക്കാണ്, അത്രയും സംസാരിക്കും. അതുകൊണ്ട് ഇളയ ആളുണ്ടല്ലോ, രണ്ടാമത്തെ കുട്ടി എന്ന് വെച്ചാൽ അവൻ നന്നായിട്ട് സംസാരിക്കും. അവൻ ഒരു 2 years മുതൽ വലിയ സെന്റൻസ് ഫോം ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി. കാരണം അവ കേൾക്കുന്ന ഏതാണ്, മോള് പറയുന്ന വേർഡ്സ് കാര്യങ്ങളൊക്കെ അവൻ എന്ത് ചെയ്തു മനസ്സിലാക്കുന്നുണ്ട്. അവർ രണ്ടുപേരും നമ്മൾ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അവർ സംസാരിക്കുന്നുണ്ട്, ആ ഒരു സോഷ്യലൈസേഷൻ ഉണ്ട്. പക്ഷെ മോളുടെ കേസിൽ നമുക്ക് നേഴ്സറി പോകേണ്ട ആ ഒരു ഏജ് വരെയും വന്നു. കാരണം അവളുടെ കേസിൽ വേറൊരു കാര്യം കൂടി കേട്ടോ, കോവിഡിന്റെ സമയത്ത് ആള് ജനിക്കുന്നത്, നമ്മളധികം സോഷ്യൽ ഇന്ററാക്ഷനും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു, വളരെ കുറവായിരുന്നു. സോഷ്യലൈസേഷനും പതിയാണ് അവളിൽ സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ മോളിൽ ഫാസ്റ്റ് ആയിട്ട് സംഭവിച്ചു, കാരണം നമ്മൾ കുറച്ചും കൂടി ഇന്ററാക്ഷനും കാര്യങ്ങളൊക്കെ ടൈമിൽ കൂടുതലാണ്. അപ്പോ മോളുടെ കേസിൽ അതേ സോഷ്യലൈസേഷൻ നടന്നെങ്കിൽ മോളുടെ കേസിൽ തിരിച്ച് ഓപ്പോസിറ്റാണ്. അവളുള്ളത് ഒരു ഫാക്ടർ തന്നെയാണ്, അവളുടെ സംസാരവും അവളുടെ സ്റ്റൈലൊക്കെ അവൻ കറക്റ്റ് ആയിട്ട് കോപ്പി ചെയ്യും. ഭയങ്കര രസമുള്ളത്, രണ്ടുപേരും തമ്മിൽ നല്ല ബോണ്ട് ഉണ്ട്, അവർ തമ്മിൽ തന്നെ നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഹെൽപ്സ് ഇൻ ലേണിംഗ് ആൻഡ് അക്വയറിംഗ് ന്യൂ സ്കിൽസ്. അപ്പൊ ന്യൂ സ്കിൽസും കാര്യങ്ങളും ലേൺ ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. കാരണം മോളെ ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത്, ഞാൻ പഠിപ്പിക്കാറില്ല മെയിൻലി, അവള് ജസ്റ്റ് സ്വയം പഠിക്കുന്ന സമയത്ത്, ആള് LKG ഞാനായിട്ട് അവളൊന്നും പഠിപ്പിക്കണ്ട, അവള് തന്നെ സ്വന്തം ആവശ്യമുള്ള കാര്യങ്ങൾ അവളെല്ലാം ലേൺ ചെയ്യുന്നുണ്ട്. ഇപ്പൊ കൗണ്ടിങ് ആയാലും ഒക്കെ അവള് സ്വയം പഠിക്കുകയാണ്. ഞാൻ ജസ്റ്റ് എന്തിനാണ് ഡിസ്റ്റർബ് ചെയ്യണേ, അവള് ലേൺ ചെയ്തോട്ടെ എന്ന് വിചാരിക്കാം. ചില അവള് സ്വയം പഠിക്കുന്നുണ്ട്, ആ സമയത്ത് ഇത് കേട്ട് അവനും ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നുണ്ട്, ഈ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. 1 2 3 കൗണ്ടിങ് ഞാൻ അവനെ പഠിപ്പിച്ചിട്ടേ ഇല്ല, പക്ഷെ അവള് പറയുന്നത് കേട്ടിട്ട് അവൻ അത് കൗണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ കുറെ സാമൂഹിക ഗുണങ്ങള്, എങ്ങനെ പെരുമാറണം എന്നുള്ളതൊക്കെ മനസ്സിലാക്കും. എന്ന് വെച്ചാല് റെസ്പെക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്, മുതിർന്നവരെ എങ്ങനെ റെസ്പെക്ട് ചെയ്യണം, അതേപോലെ കുറെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സോഷ്യലൈസേഷനിലൂടെ മനസ്സിലാക്കും. നമ്മള് സ്വയം ക്രമീകരിക്കാനായിട്ട് പഠിക്കണം. നമ്മൾ സമൂഹത്തിന്റെ ഒരു ഭാഗമാണ്. ഒരു കുട്ടി എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ഭാഗമാണ്. ഇപ്പൊ നമ്മുടെ സൊസൈറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ പെരുമാറണം എന്നുള്ളത് അവർ ഓട്ടോമാറ്റിക്കലി ട്രെയിൻ ആവും. എന്റെ മോള് വീട്ടിൽ ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവള് പുറത്തേക്ക് ഒരു ഇവന്റിന് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആള് ഭയങ്കര സൈലന്റ് ആണ്. നമ്മൾ വിചാരിക്കും ഇത്രയും കുറുമ്പുള്ള കുട്ടിയാണ്, എന്ത് പാവായിട്ട് ഇരിക്കണേ, നമ്മൾ വിശ്വസിക്കില്ല, ഒരാള് വിശ്വസിക്കില്ല അവള് ഭയങ്കര കുറുമ്പയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അത്രയും സൈലന്റ്, അവൾ എങ്ങനെ പെരുമാറുന്ന അവർക്ക് നല്ല രീതിയിലുള്ള ഒരു ധാരണയുണ്ട്. അപ്പൊ എന്നോട് ചോദിക്കും ഹസ്ബൻഡിനെ പോലെയാണ് അല്ലേ, എന്നെ പോലെ അല്ലല്ലോ, കാരണം ഞാൻ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ എന്നെ പറയും ഹസ്ബൻഡിനെ പോലെ ആയിരിക്കും കുട്ടി, ഇപ്പോൾ ഇങ്ങനെ അല്ലല്ലോ, ഞാൻ ആലോചിക്കാറുണ്ട്. സോ സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കുട്ടികളിൽ വേണ്ട ഒരു കാര്യമാണ്. ഒരു ഇൻഫന്റ് ജനിക്കുന്ന സമയത്ത് സോഷ്യലബിൾ അല്ല, അവര് സമൂഹമായിട്ട് ഒരു കോണ്ടാക്ട് ഇല്ല, അവരുടെ ഇന്ററാക്ഷനിലൂടെ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഈ സോഷ്യലൈസേഷൻ പോസിബിൾ ആകുന്നത്. കുട്ടി ആദ്യം ഇന്ററാക്ട് ചെയ്യുന്നത് അച്ഛൻ, അമ്മ, ഗ്രാൻഡ് പാരന്റ്സ്, സിബ്ലിങ്സ് അല്ലെങ്കിൽ സിബ്ലിങ്സിനോടായിരിക്കും ആ ഒരു ഇന്ററാക്ഷൻ വരുന്നത്. അപ്പൊ ഈ ഒരു ഇന്ററാക്ഷനിലൂടെ അവൻ പതിയെ സമൂഹം, അവരുടെ വീട് മനസ്സിലാവും, അവരുടെ ഫാമിലി റിലേഷൻഷിപ്പ് മനസ്സിലാക്കും, പതിയെ അവന്റെ സോഷ്യലൈസേഷൻ സംഭവിക്കും. പിന്നീട് അവൻ നേഴ്സറിയിൽ അല്ലെങ്കിൽ അവൻ പഠിക്കാനൊക്കെ തുടങ്ങുന്ന സമയത്താണ് അവൻ കുറച്ചും കൂടി സോഷ്യലബിൾ ആകുന്നത്. ഓക്കെ, ഒരു കുഞ്ഞു കുട്ടി ചിരിച്ചു തുടങ്ങുന്നത് എപ്പോഴാണ്? 3 months 3 months. ഉറക്കത്തിൽ ചിരിക്കും ചില കുട്ടികൾ, ഉറക്കത്തില് ജനിച്ചു കഴിഞ്ഞ്. ഓക്കെ, ഒരു 1.5 month മുതൽ കുട്ടികൾ ചിരിക്കും. 1.5 month കഴിഞ്ഞിട്ട് കുട്ടികൾ ചിരി കാണാൻ പറ്റും. ആ ട്രൂ സ്മൈൽ ഉണ്ടല്ലോ, ഇപ്പൊ നമ്മളെ കാണുമ്പോ, പ്രത്യേകിച്ച് അമ്മേനെ കാണുമ്പോ കുട്ടികൾ ചിരിക്കും. ഞാൻ മൂത്താള് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് നടക്കുന്ന സമയത്ത് അവളെ എന്നോട് ചിരിക്കും, എന്നെ കാണുമ്പോ അവള് ചിരിക്കും. ഞാൻ അതേ ഹസ്ബൻഡിനെയും അമ്മേനെയും അനിയത്തിലേക്ക് വിളിച്ചിട്ടേ എന്റെ കുഞ്ഞു ചിരിച്ചെന്ന് പറഞ്ഞ് വിളിച്ചു കഴിയുമ്പോ അവളെ അപ്പൊ പിന്നെ ദേഷ്യം പിടിച്ചിരിക്കും. ആ ഒരു മൈൻഡാണ്. അപ്പം മുഖം ഇങ്ങനെ ഇരിക്കും, മുഖം ഞാൻ എന്നോട് മാത്രം ചിരിക്കുന്നു. ഞാൻ എന്നോട് പറഞ്ഞേ
നീ ചിരിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ഫോട്ടോ എടുത്ത് വെക്കുക. ഞാൻ ലാസ്റ്റ് വീഡിയോ എടുത്ത് വെച്ച് ഒരു ഫോട്ടോ എടുത്ത് വെക്കാനൊന്നും കിട്ടില്ല, കാരണം ജസ്റ്റ് ഒരു ചെറിയൊരു ചിരിയാണ് വരുന്നത്. പക്ഷെ അത് ആണ് ഫസ്റ്റ് സോഷ്യലൈസേഷന്റെ ഫസ്റ്റ് ബിഗിനിങ് എന്ന് പറയുന്നത് ആ ട്രൂ സ്മൈൽ ആണ്. എന്ന് വെച്ചാല് അമ്മേനെ കാണുമ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഫസ്റ്റ് ആരാണ് കോണ്ടാക്ട് ആണ് ആര് നമ്മുടെ അമ്മമാരെ കാണുമ്പോൾ മെയിൻ ആയിട്ട് കുട്ടികൾ ചിരിക്കുന്നത്. അവൾ ആദ്യം എന്നെ കണ്ടപ്പോഴാണ് ചിരിച്ചത്. പിന്നെ സ്ഥിരമായിട്ട് അവൾ ചിരിപ്പിക്കുന്ന ഹസ്ബൻഡ് വന്നിട്ട് ഹസ്ബൻഡിനെ കാണുമ്പോൾ മാത്രം പിന്നെ ചിരിക്കാൻ പറയും. പിന്നെ മനസ്സിലായി പെങ്കൊച്ചായതുകൊണ്ട് അച്ചപ്പുള്ളായിട്ട് മാറുന്നതിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ ട്രൂ സ്മൈൽ ഒക്കർ ചെയ്യുന്നത് എപ്പോഴാണ്? ട്രൂ സ്മൈൽ ഒക്കർ ചെയ്യുമ്പോൾ മുതൽ കുട്ടികളിൽ സോഷ്യലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഫസ്റ്റ് സ്മൈലാണ് സോഷ്യലൈസേഷന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയുന്നത്. പിന്നീടാണ് അവര് അവരുടെ ഐഡന്റിഫൈ ചെയ്യുന്നത്, ഫ്രണ്ട്സിനെയും സ്ട്രേഞ്ചേഴ്സിനെയും ഐഡന്റിഫൈ ചെയ്യും. അവര് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സ്, അവർ അമ്മേനെ റെക്കഗ്നൈസ് ചെയ്യും. അമ്മേനെ കാണാതെ വരുമ്പോൾ അവര് ഫീൽ അൺഹാപ്പി, വിഷമം തോന്നും. അവർ തമ്പ് സെറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ അമ്മനെ കാണാണ്ട് വരുമ്പോ സാധാരണ പിള്ളേര് തമ്പ് സെറ്റ് ചെയ്യും. കാരണന്മാരെന്താ പറയാ, കുട്ടിക്ക് വിശന്നിട്ടാ, അമ്മ ഇത്രയും നേരമായിട്ട് എവിടെയായിരുന്നു, കുട്ടിക്ക് വിശന്നിട്ടാണ്, വെറുതെ ആ തമ്പ് സെറ്റ് ചെയ്യാൻ എന്തുകൊണ്ട് അമ്മനെ കാണുന്നില്ല എന്നുള്ള വിഷമം എങ്ങനെയെങ്കിലും പ്രകടിപ്പിക്കണം. അതിന് വേണ്ടിയിട്ടാണ് തമ്പ് സെറ്റ് ചെയ്യുന്നത്. ഇനി അവര് സ്മൈലിംഗ് ഫേസ്, ഇപ്പം സ്ട്രേഞ്ച് ആയിട്ടുള്ള വ്യക്തിനെ കാണുമ്പോൾ എന്താണ് അവരുടെ അടുത്തേക്ക് പോവില്ല, കരയും, നന്നായിട്ട് കരയും. അല്ലെങ്കിൽ ആംഗ്രി വോയിസും കാര്യങ്ങളൊക്കെ അവര് സൗണ്ട് ആംഗ്രി വോയിസ് വരും. ഇനി ഫ്രണ്ട്സിനെ കാണുമ്പോൾ സ്മൈൽ ചെയ്യും. പിന്നെ ഒരു 6-7 മാസമൊക്കെ ആയി കഴിയുമ്പോഴേക്കും കുട്ടികൾ സ്ട്രേഞ്ചേഴ്സിനെയും ഫ്രണ്ട്സിനെയും തിരിച്ചറിയാനായിട്ട് തുടങ്ങും. ഫ്രണ്ട്സ് ആരാണ്, സ്ട്രേഞ്ചേഴ്സ് ആരാണെന്ന് മനസ്സിലാക്കും. ഫ്രണ്ട്സിനെ കാണുമ്പോൾ ചിരിക്കും, സ്ട്രേഞ്ചേഴ്സിനെ കാണുമ്പോൾ അവരില് അവരൊരു എന്താ പറയാ, ഒരു അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യും. അമ്മേനെ കാണാൻ കരയും. സ്ട്രേഞ്ചേഴ്സ് ഉദ്ദേശിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് സ്ട്രേഞ്ചേഴ്സ് അല്ല, കുട്ടീനെ സംബന്ധിച്ചുള്ള സ്ട്രേഞ്ചേഴ്സ്. കുട്ടി ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിനെയാണ് സ്ട്രേഞ്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഓരോന്ന് എടുക്കുമ്പോൾ പെട്ടെന്ന് എന്താണ് കരച്ചിലും കാര്യങ്ങളൊക്കെ വരും. അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോഴായിരിക്കും കരച്ചിലൊക്കെ മാറുന്നത്. പിന്നെ ഒരു 8-9 മാസമൊക്കെ ആകുമ്പോൾ ബേബി എന്ത് ചെയ്യാൻ തുടങ്ങും, ഇമിറ്റേറ്റ് സ്പീച്ചും കാര്യങ്ങളൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും. നമ്മൾ കാണിക്കുന്ന ജസ്റ്റേഴ്സൊക്കെ ഇമിറ്റേറ്റ് ചെയ്യും. ഇപ്പൊ നമ്മള് ഞാൻ പറഞ്ഞു ഒളിച്ച് കണ്ടതൊക്കെ നമ്മൾ കളിക്കില്ലേ, ഹൈഡ് ആൻഡ് സീക്ക് ഒക്കെ കളിക്കില്ലേ കുട്ടിയുടെ ഒപ്പം. ഒരു 8-9 മാസമൊക്കെ ആകുമ്പോൾ ഹൈഡ് ആൻഡ് സീക്ക് ഒക്കെ കളിക്കുക. അപ്പൊ അവർ അതേപോലെ തന്നെ ജസ്റ്റേഴ്സ് എടുക്കും. നമ്മൾ കാണിക്കുന്ന പോലെ തന്നെ അവർ ആക്ട് ചെയ്യും. പിന്നെ 12 months ഒക്കെ ആകുമ്പോഴേക്കും അവര് റിയാക്ട് ചെയ്യാൻ തുടങ്ങും. അവർക്ക് കാര്യങ്ങൾ പ്രകടിപ്പിക്കാനായിട്ട്, അവരുടെ ലാംഗ്വേജ് അവർ പ്രകടിപ്പിക്കാനായിട്ട് തുടങ്ങും. ഇമിറ്റേറ്റ് സ്പീച്ച് എന്ന് പറയുന്നത് ഈ കാര്യത്തിൽ ഞാൻ ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ മെയിൻ ആയിട്ട് പറയാറ്. ഞാൻ അവൾക്ക് അമ്മാന്ന്, മൂത്ത ആളുടെ കാര്യമുണ്ട്, അമ്മാന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഇടയ്ക്ക് നമ്മൾ ട്രെയിൻ ചെയ്യിക്കുമല്ലോ, നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന വിചാരിച്ച് അമ്മാന്ന് ട്രെയിൻ ചെയ്യിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ എപ്പോഴും അമ്മ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹത്തോടു കൂടി പറഞ്ഞു കൊടുക്കും. അവള് അമ്മയെ മൈൻഡ് ചെയ്യില്ല. അവൾ ആദ്യം പറഞ്ഞ അക്ഷരം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ചാന്നാണ് ആദ്യം പറഞ്ഞത്. ച വെറും ച എന്ന് പറയുന്ന അക്ഷരമാണ്. ച പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, ച എന്നുള്ള അക്ഷരം പറഞ്ഞു എന്ന് നമുക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന സ്പീച്ച് ഇമിറ്റേറ്റ് ചെയ്യിച്ചു കൊടുക്കാം. നിർദ്ദേശിച്ച് പറയായിരിക്കും. അമ്മ പറഞ്ഞു കൊടുക്കും. എല്ലാ ദിവസവും രാവിലെ ട്രെയിനിങ് കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ട് ആളെ കൊണ്ടുപോയി കിടത്തുമ്പോൾ ഞാൻ ട്രെയിൻ ചെയ്യും. അമ്മ പറ മോള്, അമ്മയുടെ മോള് അമ്മ എന്ന് പറയാന്നൊക്കെ പറഞ്ഞ ട്രെയിൻ ചെയ്യും. ഒരു കാര്യമില്ല, ഈ ചാ മാറി അച്ചായി അച്ചാന്ന് പറയാൻ തുടങ്ങി. അപ്പൊ ഞാൻ വിചാരിച്ചു അടുത്ത വേടല്ല എന്ത് പറയും, അമ്മ എന്ന് പറയും. അച്ചാന്ന് പറഞ്ഞു, അച്ചാന്ന് പറഞ്ഞു, ചാച്ചാന്ന് പറഞ്ഞു. അപ്പൊ ചാ ഭയങ്കര ഇഷ്ടമായിരുന്നു. ചാ പറഞ്ഞു. അത് കഴിഞ്ഞ് മേമാന്ന് പറഞ്ഞു, മേമ പറഞ്ഞു. പിന്നെയും ബാക്കി എല്ലാവരും പേര് പറഞ്ഞേക്ക് തോന്നുന്നു 1.5 വയസ്സൊക്കെ ആയപ്പോഴാണ് അമ്മ എന്ന് പറഞ്ഞു തുടങ്ങിയത്. 1.5 വയസ്സൊക്കെ ഉണ്ടായി അവളുടെ വായന അമ്മ എന്ന് കേൾക്കാനായിട്ട്. പിന്നെ സാധാരണ നമ്മൾ 12 months നോനോ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എപ്പോഴാണ് ഭക്ഷണം അങ്ങോട്ട് കൊടുക്കുമ്പോ മതി, നോനോ. എന്റെ കുട്ടി അങ്ങനെ കേട്ടോ, ഭക്ഷണം വേണ്ടെന്നുള്ള രീതിയിൽ നോ 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 എന്ന് പറയും. നമ്മൾ എന്ത് ഫുഡ് കൊടുത്താലും വേണ്ട നോനോ പറയുന്നതാണ്. ശരിക്കും നോനോ ആണ്. ശരിക്കും അവള് നോ പറയാനായിട്ട് പഠിച്ചു. ഞാൻ എപ്പോഴും പറയും നോ. നമ്മളത് ടച്ച് ചെയ്യുമ്പോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്തെ നമ്മൾ താഴത്തൊക്കെ കിടക്കുന്ന എന്തെങ്കിലുമൊക്കെ എടുക്കാനൊക്കെ പോകുമ്പോ നോ കുഞ്ഞോ എന്ന് പറയുമ്പോ അവൾ ആ നോ വേഗം പഠിച്ചു. പക്ഷെ ഒരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്നോട് തിരിച്ചു പറയും നോ 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 എന്ന് പറയും. ഞാൻ എപ്പോഴാണ് നോ പറയുന്നത് അവളോട് ചെയ്യരുതെന്നാണ്. അപ്പൊ അവൾ എന്നോട് പറയാ ഭക്ഷണം കഴിക്കുമ്പോഴാ പറയണേ നോ വേണ്ട എന്നുള്ള മീനിങ്.
അവൾ ആദ്യം നോനോ പഠിച്ചില്ല, അത് കഴിഞ്ഞിട്ടാണ് തോന്നുന്നത് അമ്മാന്ന് പഠിച്ചത്. അത്രയും ടൈം പീരീഡ് എടുത്തു. അപ്പൊ സോഷ്യലൈസേഷൻ, സോഷ്യൽ ഡെവലപ്മെന്റ് ഡ്യൂറിങ് ഇൻഫൻസി ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്. ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് അവൻ സോഷ്യലബിൾ അല്ല, നോട്ട് സോഷ്യലബിൾ ആണ്. അറ്റ് ബർത്ത് ദ ഇൻഫന്റ് ആർ നോട്ട് സോഷ്യലബിൾ. ഒരു കുട്ടി ജനിക്കുമ്പോൾ അവൻ സോഷ്യലബിൾ അല്ല. സോഷ്യൽ സെറ്റിംഗ്സിനെ കുറിച്ചിട്ടോ സോഷ്യലൈസേഷനെ കുറിച്ചിട്ടോ ഒന്നും അവൻ അറിയില്ല. അറൌണ്ട് ദ ഏജ് ഓഫ് 6 weeks, ഇതില് 6 weeks എന്നാ പറയണേ, 1.5 month എന്നാണ് 6 weeks. അറിയാലോ നിങ്ങൾക്ക്, കൺവേർട്ടഡ് ടു മന്ത്ലിയിൽ പറയുമ്പോൾ 1.5 month ആണ്. എ ട്രൂ സോഷ്യൽ സ്മൈൽ, സ്മൈൽ ഇൻ റെസ്പോൺസ് ടു എ പേഴ്സൺ, ഒരു വ്യക്തിനെ കാണുമ്പോൾ കുട്ടികളിൽ ഒരു ട്രൂ സോഷ്യൽ സ്മൈൽ ഒക്കെ അറിയാം. ആൻഡ് ദിസ് ഈസ് കൺസിഡേർഡ് ആസ് ദ ബിഗിനിങ് ഓഫ് സോഷ്യലൈസേഷൻ. അപ്പൊ ട്രൂ സോഷ്യൽ സ്മൈൽ ആണ് കുട്ടികളിലെ സോഷ്യലൈസേഷന്റെ ബിഗിനിങ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ട്രൂ സോഷ്യൽ സ്മൈൽ ഒബ്സർവ് ചെയ്യുന്നത് 6 weeks കഴിയുമ്പോൾ. സോഷ്യലൈസേഷന്റെ ബിഗിനിങ് എന്താണ്? ഈ ട്രൂ സോഷ്യൽ സ്മൈൽ ആണ്. 2 രീതിയിൽ ക്വസ്റ്റ്യൻസ് വരും. കുട്ടികളുടെ സോഷ്യൽ സ്മൈൽ എപ്പോഴാണ് ഒക്കർ ചെയ്യുന്നത്? 6 week. സോഷ്യൽ സ്മൈൽ ആണ് ബിഗിനിങ് ഓഫ് സോഷ്യലൈസേഷൻ. നോട്ട് ചെയ്യാട്ടോ. 2 to 3 months, infant can identify people from inanimate object, recognize its mother and are unhappy on separation. അവരുടെ അടുത്തുള്ള ഒബ്ജക്ട്സും കാര്യങ്ങളും ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങും. നമ്മുടെ കുട്ടികൾ തൊട്ടിലേക്ക് അടുക്കുമ്പോൾ അവരുടെ കളിപ്പാട്ടങ്ങൾ ഇങ്ങനെ തൂക്കിയിടും അല്ലെ, നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സിലുള്ള കളിപ്പാട്ടങ്ങൾ ഇങ്ങനെ കറങ്ങുന്നത്. അപ്പൊ അതൊക്കെ നോക്കി കുട്ടികളെ ഇങ്ങനെ കളിക്കുന്നത് കാണാം. പിന്നെ പതിയാണ് കുട്ടിയിലെ സോഷ്യലൈസേഷൻ ഒക്കർ ആവുന്നത്. പിന്നെ അമ്മേനെ തിരിച്ചറിയാൻ തുടങ്ങും. 3 months ഒക്കെ മുതൽ അവൻ അമ്മേനെ തിരിച്ചറിയാൻ തുടങ്ങും. 3 months വരെ അമ്മേനെ റെക്കഗ്നൈസ് ചെയ്യില്ലെങ്കിലും 3 monthsന് ശേഷം അമ്മേനെ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങും. അൺഹാപ്പി ഓൺ സെപ്പറേഷൻ, അവരെ കാണാതെ വരുമ്പോൾ അൺഹാപ്പി ആയിരിക്കും. അൺഹാപ്പി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കരച്ചിലായിരിക്കും, ക്രൈ ചെയ്യും. അവരെ കാണാണ്ടാവുമ്പോൾ അല്ലെങ്കിൽ തമ്പ് സഹിക്കും. ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ് അവർ തമ്മിൽ അവർ അൺഹാപ്പി പ്രസന്റ് ചെയ്യുന്നത്. Then 4 to 5 months they react differently to scolding and smiling to the face and to friendly and to angry voice. നമ്മളുടെ മുഖത്ത് അല്ലെങ്കിൽ നമ്മൾ സ്മൈൽ ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ ഇങ്ങനെ അവരെന്താ പറയാ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലോ ആംഗ്രി വോയിസും കാര്യങ്ങളും അവർ തോട്ടിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ കളിക്കും കിടന്നവര് സംസാരിച്ചുകൊണ്ട് തന്നെ കാലൊക്കെ എടുത്ത് അവർ കളിക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ ആംഗ്രി വോയിസ് ദേഷ്യം വരുമ്പോ പറഞ്ഞിട്ട് വേറെ ടൈപ്പ് വോയിസ് അവർ പ്രൊഡ്യൂസ് ചെയ്യും. ഇത്രയും എന്താ പറയാ ആംഗ്രി ആയിട്ടുള്ള രീതിയിൽ വോയിസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇനി 6 to 7 months എന്ന് പറയുമ്പോൾ ബേബീസ് ഡിസ്റ്റിംഗ്വിഷ് ഫ്രണ്ട്സ് ആൻഡ് സ്ട്രേഞ്ചേഴ്സ്. ഒരു 6 മുതൽ 7 മാസം വരെ ഉള്ളപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും? സ്ട്രേഞ്ചേഴ്സിനെയൊക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് തുടങ്ങും. ബൈ സ്മൈലിംഗ് അറ്റ് ദ ഫോർമർ ആൻഡ് ഷോയിങ് ഇയർ ഇൻ ദ പ്രസൻസ് ഓഫ് ലേറ്റർ. അതിലെന്തോ ചെറിയ മിസ്റ്റേക്ക് ഇതിനെ പറയാം. നമ്മള് ഫോർമർ ആയിട്ടുള്ള വ്യക്തിനെ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു വ്യക്തിനെ ഫ്രണ്ടിനെ കാണുമ്പോൾ സ്മൈൽ ചെയ്യും. നമ്മളിപ്പോ പരിചയമുള്ളവരാണെങ്കിൽ കുട്ടിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവരെടുക്കാനൊക്കെ അലോ ചെയ്യും, അവരുടെ അടുത്തേക്കൊക്കെ പോകും. പക്ഷെ അല്ലാത്ത വ്യക്തിയാണ്, അവർക്ക് പരിചയമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ അവരെന്താണ് അവരെടുക്കാനൊന്നും സമ്മതിക്കില്ല. അവരുടെ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഒരു 8 to 9 months ഒക്കെ വരുമ്പോൾ ബേബി ഇമിറ്റേറ്റ് സ്പീച്ച്. ബേബി ട്രൈ ടു ഇമിറ്റേറ്റ് സ്പീച്ച്. നമ്മൾ പറയുന്ന പോലെ അവർ പറയാനായിട്ട് ട്രൈ ചെയ്യും. നമ്മളിപ്പോ എന്താണോ പറഞ്ഞു കൊടുക്കുന്നത് അതേപോലെ അവർ സംസാരിക്കാൻ തുടങ്ങും. ജസ്റ്റേഴ്സ്, നമ്മൾ കാണിക്കുന്ന ജസ്റ്റേഴ്സും കാര്യങ്ങളും, ഇപ്പൊ ഹൈഡ് ആൻഡ് സ്റ്റിക്ക് കാണിക്കുകയാണെങ്കിൽ കുട്ടി കൈ ഇങ്ങനെ ഹൈഡ് ആൻഡ് സ്റ്റിക്ക് ചെയ്യും. അതേപോലെ നമ്മൾ കാണിക്കുന്ന എന്തൊക്കെ ജസ്റ്റേഴ്സ് ആണ് അത് അവർ കോപ്പി ചെയ്യാനായിട്ട് തുടങ്ങും. സിമ്പിൾ ആക്ട് ഓഫ് അതേഴ്സ്, നമ്മളുടെ ചില ആക്ടും കാര്യങ്ങളും അവർ തിരിച്ച് എന്ത് ചെയ്യാൻ തുടങ്ങും? നമ്മളോട് തന്നെ തിരിച്ച് പ്രകടിപ്പിക്കാൻ തുടങ്ങും. 12 months ആകുമ്പോൾ ബേബി റിയാക്ട് ടു ദ വാർണിംഗ് ലൈക്ക് നോനോ. നോനോ വാർണിംഗ്സ് ഒക്കെ അവർ പറയും. വേണ്ട, അവര് ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടായിരിക്കും. രണ്ട് സൈഡിലേക്ക് ജസ്റ്റ് ഷേക്ക് ചെയ്തിട്ട് വേണ്ടെന്ന് പറയും, അല്ലെങ്കിൽ നോ പറയും. ആ ഒരു വാർണിംഗ്സും കാര്യങ്ങളും പറഞ്ഞു. ഓക്കെ, ഒന്ന് നോക്കൂ, ഒന്ന് വായിച്ചു നോക്കൂ. സോഷ്യൽ ഡെവലപ്മെന്റ് ഡ്യൂറിങ് ഇൻഫൻസി.
ഓക്കെ, അപ്പോ കുട്ടികളിൽ സോഷ്യലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടുന്നാണ് ഞാൻ പറഞ്ഞത്? ഫാമിലീസിൽ നിന്നാണ് പറഞ്ഞല്ലേ. മിനിറ്റ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് നെക്സ്റ്റ് പാരഗ്രാഫാണ്. മോറൽ ഡെവലപ്മെന്റ് ബിഗിൻസ് ഇൻ സെക്കൻഡ് ഇയർ ഓഫ് ലൈഫ്. കുട്ടികളില് സെക്കൻഡ് ഇയർ മുതലായിരിക്കും ഈ മോറൽ ഡെവലപ്മെന്റ് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത് ത്രൂ ഡെയിലി ഇന്ററാക്ഷൻ വിത്ത് കെയർ പാരന്റ് ഓർ കെയർ ഗിവർ. ഇപ്പൊ നമ്മൾ കുട്ടികൾ നമ്മൾ 2 years എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾ കൂടുതലായിട്ട് ആരായിട്ടായിരിക്കും ടൈം സ്പെൻഡ് ചെയ്യുന്നത്? മെയിൻലി അമ്മമാരായിട്ടായിരിക്കും. അവരായിട്ട് കുട്ടികൾ എന്താണ് നല്ലൊരു എന്താ പറയാ അറ്റാച്ച്മെന്റും ഇന്ററാക്ഷൻസും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈമാണ് 2 years എന്ന് പറയുന്നത്. ദെൻ കുട്ടികൾ ഡ്യൂറിങ് പ്രീ സ്കൂൾ ഇയേഴ്സ് ഒരു 3 to 6 years ആകുമ്പോഴേക്ക് കുട്ടികൾ കുറച്ച് കാര്യങ്ങൾ ലേൺ ചെയ്യും. അവർ വാല്യൂ, അവരുടെ ബിഹേവിയറിൽ കുറച്ച് കാര്യങ്ങൾ ലേൺ ചെയ്യാനായിട്ട് തുടങ്ങും. അത് ഫാമിലീസിൽ തന്നെയാണ് അവർ ലേൺ ചെയ്യുന്നത്. നമ്മുടെ ഫാമിലിയിൽ എന്തൊക്കെ വാല്യൂസ് ആണോ നമ്മൾ ഫോളോ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ബിഹേവിയർ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, അതേപോലെ തന്നെ ആയിരിക്കും കുട്ടികളിലും ആ ഒരു ബിഹേവിയറും ആ ക്യാരക്ടറും നമുക്ക് കാണാൻ പറ്റും. ഒരു 3 years ഉള്ള ഒരു കുട്ടിയുടെ ബിഹേവിയർ നോക്കിക്കഴിഞ്ഞാൽ ആ ഫാമിലിനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആ ഫാമിലിയിൽ അവൻ കാണുന്ന അല്ലെങ്കിൽ അവൻ വളർന്നു വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ആ കുട്ടിയുടെ ക്യാരക്ടറിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ചിൽഡ്രൻസ് കൂടുതലായിട്ട് സോഷ്യലൈസ് ആകുന്നത് എപ്പോഴാണ്? അവർ കുറച്ചും കൂടി മറ്റു കുട്ടികളൊക്കെ ആയിട്ട് കളിക്കാനൊക്കെ തുടങ്ങുമ്പോഴാണ് ഈ സോഷ്യലൈസേഷൻ കുറച്ചും കൂടി പോസിബിൾ ആകുന്നത്. കുട്ടികളുടെ ഷെയറിംഗ് ഹാബിറ്റ്, ഹെൽപ്പിംഗ് ഹാബിറ്റ്, പ്ലേയിങ് ടുഗദർ, ഇനി കോൺഫ്ലിക്റ്റും കാര്യങ്ങളും നോർമലി ആണ്. തർക്കങ്ങളൊക്കെ വരും, അതൊക്കെ അവർ സ്വയം സോൾവ് ചെയ്യുമ്പോൾ അവർക്ക് സോഷ്യലൈസേഷൻ പോസിബിൾ ആകുകയാണ്. പാരന്റ്സ് ആൻഡ് അതർ അഡൾട്ട്സ്, പാരന്റ്സും അതർ അഡൾട്ട്സ് എന്ന് പറയുമ്പോൾ ഗ്രാൻഡ് പാരന്റ്സ് ആവാം, സിബ്ലിങ്സ് ആവാം, ഇവരെല്ലാം കുട്ടിയുടെ സോഷ്യൽ ഡെവലപ്മെന്റിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോള് പ്ലേ ചെയ്യുന്നുണ്ട്. അവരെ ഗൈഡ് ചെയ്യാനായിട്ട്, അവർക്ക് റോൾ മോഡൽ ആവാനൊക്കെ ആയിട്ട് പാരന്റ്സും അഡൾട്ട്സും വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് പ്ലേ ചെയ്യുന്നുണ്ട്. ശരിക്കും കുട്ടികൾ ആരെയാണ് കോപ്പി ചെയ്യുന്നത്? നമ്മളെയാണ് കോപ്പി ചെയ്യുന്നത് അല്ലെ? നമ്മൾ അവരെങ്ങനെ ആവണം, അവരിങ്ങനെ പെരുമാറണം എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണോ എന്നതും കൂടി നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്യാം. ശരിക്കും അവരുടെ റോൾ മോഡൽ, അവർ കോപ്പി ചെയ്യുന്നത് ആരെയാണ്? അവരുടെ പാരന്റ്സിന്റെ ആണ്. അപ്പൊ പാരന്റ്സിന്റെ ബിഹേവിയർ ആണ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത്. കാരണം പാരന്റ്സ് നല്ല രീതിയിലാണ് അവരോട് ബിഹേവ് ചെയ്യുന്നതെങ്കിൽ കുട്ടികളും അതേ രീതിയിൽ തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത്, മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യുന്നത്. പ്രീ സ്കൂൾ എന്ന് പറയുന്ന ഒരു ഏജ്, പ്രീ സ്കൂൾ ഏജ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ടൈം പീരീഡ് ആണ്. വെരി ഇമ്പോർട്ടന്റ് സോഷ്യൽ പീരീഡ് ആണ്. കുട്ടികൾ സോഷ്യലൈസ് ആകുന്ന ഒരു പീരീഡ് ആണ് ഇത് പ്രീ സ്കൂൾ ഇയേഴ്സ് എന്ന് പറയുന്നത്. സാധാരണ നമ്മളൊരു 3 years വരെ കുട്ടി ഫാമിലി മെമ്പേഴ്സ്, മേ ബി സിബ്ലിങ്സ് ആയിട്ടുള്ള ഒരു കോണ്ടാക്ട് മാത്രമാണെങ്കിൽ 3 to 6 years മുതൽ അവർ സൊസൈറ്റിനെ അറിഞ്ഞു കൊടുക്കും. പല വീടുകളിൽ നിന്ന് വരുന്ന, പല എൻവയോൺമെന്റിൽ നിന്ന് വരുന്ന കുട്ടികൾ ഒരുമിച്ച് മിങ്കിളായിട്ട് ഒരു സോഷ്യൽ ഗ്രൂപ്പ് ആയിട്ടായിരിക്കും ഫോം ചെയ്യുന്നത്. ദെൻ അവർ ഒരുമിച്ച് ലേൺ ചെയ്യുന്നു, അവർ ഒരുമിച്ച് ഫുഡ് ഷെയർ ചെയ്യുന്നു, അല്ലെ ഫുഡ് കഴിക്കുന്നു. അതെല്ലാം അവരിൽ പതിയെ ഒരുപാട് ക്വാളിറ്റീസ് കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യുന്നു. ഷെയറിംഗ് ഹാബിറ്റ്, ഫസ്റ്റ് ഓഫ് ഓൾ ഷെയറിംഗ് ഹാബിറ്റ് അവിടെ ഇംപ്രൂവ് ചെയ്യുന്നു. ഇനിയിപ്പോ ഒരു കാര്യം അറിയില്ല, നമ്മുടെ മോൾക്ക് അറിയില്ലെങ്കിൽ മറ്റൊരു കുട്ടികൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഹെൽപ്പിംഗ് മെന്റാലിറ്റി അവിടെ ഇംപ്രൂവ് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് ഡിഫറെന്റ് ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ടൈം പീരീഡ് ആണ് ഏത് പ്രീ സ്കൂൾ ഏജ് എന്ന് പറയുന്നത്. By the end of this stage, children develop basic understanding of the social role. ഈ ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ കുട്ടികൾ സോഷ്യൽ റൂൾസിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കും. ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് കുട്ടികളിൽ വരും. ചിൽഡ്രൻസ് ഫേസ് മോർ കോംപ്ലക്സ് സോഷ്യൽ സിറ്റുവേഷൻ ഡ്യൂറിങ്, എന്താ പറയാ, കുട്ടികൾ കുറച്ചും കൂടി സോഷ്യൽ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. അവർ സ്വയം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാനായിട്ട് തുടങ്ങും. പിന്നെന്താണ്, കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻസും കാര്യങ്ങളും അവർ പതിയെ സോൾവ് ചെയ്യും. ദെൻ പിന്നീട് കടക്കുന്നത് ഈ കുട്ടികൾ 3 to 6 years കഴിഞ്ഞ് പിന്നീട് കടക്കുന്നത് മിഡിൽ ചൈൽഡ്ഹുഡിലേക്കും അഡോളസന്റ് ഏജിലേക്കും ആണ്.
കൂടുതലായിട്ട് അവരുടെ ഡെവലപ്മെന്റ് സംഭവിക്കുന്ന ഒരു ടൈം പീരീഡ് ആണ് മിഡിൽ ചൈൽഡ്ഹുഡ് ആൻഡ് അഡോൾസന്റ് ഏജ്. ഈ ഏജ് പീരീഡ് ഒക്കെ നിങ്ങൾ ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. മിഡിൽ ചൈൽഡ്ഹുഡ് ഇന്നേജ് മുതൽ ഇന്നേജ് വരെയാണ്, അഡോൾസന്റ് ഏജ് ഇന്നേജ് മുതൽ ഇന്നേജ് വരെയാണുള്ളത്. അവിടെ നോട്ട് ചെയ്യണോണ്ട് അത് എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോ ആ ടൈം പീരീഡിലേക്ക് കുട്ടികൾ കിടക്കും. ഓക്കെ, ഈ ഒരു പാരഗ്രാഫ് ഒരാൾ റീഡ് ചെയ്യോ? ഫസ്റ്റ് പാരഗ്രാഫ്. Moral development begins in the second year of life in everyday context with attachments figures. During the preschool years, ages 3 to 6, children continue to be socialized to learn the values and behaviors expected by their family. Sharing, helping, playing together amicably, setting disputes with words, and restarting impulses are some of the behaviors children learn from attentive parents and other adults during the preschool years. By the end of this important and busy social period, children will have attained many important understanding that will serve them as they grow older and come across increasingly complex social situations in the course of middle childhood and adolescence. ഓക്കെ, അപ്പോ മോറൽ ഡെവലപ്മെന്റ് 2 വയസ്സ് മുതലാണ് കുട്ടികളിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. എവരിഡേ അവരുടെ ഡേ ടു ഡേ ലൈഫിൽ വരുന്ന ആ ഒരു അറ്റാച്ച്മെന്റ് കാര്യങ്ങളിലൂടെ അവർ പഠിക്കും. മെയിൻ ആയിട്ട് കെയർ ഗിവർ എന്ന് വെച്ചാൽ നമ്മളുടെ അമ്മമാരായിരിക്കും, അല്ലെങ്കിൽ അവരുടെ പ്രൈമറി ഇന്ററാക്ഷൻ ആരായിട്ടാണ് ആ ഒരു വ്യക്തിയിലൂടെ ആയിരിക്കും അവരുടെ സോഷ്യലൈസേഷൻ സംഭവിക്കുന്നത്. ഇപ്പൊ ഗ്രാൻഡ് പാരന്റ്സിന്റെ ഒപ്പമുള്ള കുട്ടികളെങ്കിൽ അവർ സംസാര രീതിയും കാര്യങ്ങളൊക്കെ ആരെ പോലെ ആയിരിക്കും, ഗ്രാൻഡ് പാരന്റ്സിനെ പോലെ ആയിരിക്കും. അമ്മയുടെ ഒപ്പമാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ അമ്മയുടെ നേച്ചറായിട്ട് അവർക്ക് ആ ഒരു ക്യാരക്ടറും കാര്യങ്ങളും ഡെവലപ്പ് ആകും. ഡ്യൂറിംഗ് ദ പ്രീ സ്കൂൾ ഇയേഴ്സ് ഏജ് 3 to 6, children continues to socialized. ഒരു സോഷ്യലൈസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈം പീരീഡ് ആണ് 3 to 6 years എന്ന് പറയുന്നത്. അവർ ഒരുപാട് വാല്യൂസും ബിഹേവിയേഴ്സും നമ്മുടെ ഫാമിലി എക്സ്പെക്ട് ചെയ്യുന്ന ബിഹേവിയേഴ്സും കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ഒരു ടൈം പീരീഡ് ആണ് ഇത് പ്രീ സ്കൂൾ ഇയേഴ്സ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൈം പീരീഡ് ആണ്. കുട്ടിയുടെ ക്യാരക്ടർ ഫോർമേഷനിലും അവരുടെ ഇക്വിറ്റിയിലും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈം പീരീഡ് ആണ്. അതുകൊണ്ടാണ് മോണ്ടിസോറി ഈ ടൈം പീരീഡ് ആണ് നമ്മുടെ മോണ്ടിസോറി കുട്ടികൾക്ക് വേണ്ട ഒരു കറക്റ്റ് ടൈം പീരീഡ് ആയിട്ട്. മോണ്ടിസോറി കുട്ടികൾക്ക് ആ ഒരു കറക്റ്റ് ടൈം ഏതാണെന്ന് അറിയാലോ? നമ്മൾ മോണ്ടിസോറി മെത്തേഡ് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആവുന്ന ഒരു ടൈം പീരീഡ് ആണ് 3 to 6 years എന്ന് പറയുന്നത്. കാരണം അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് കൂടുതലായിട്ട് പോസിബിൾ ആകുന്ന ടൈം. അവരുടെ കൂടുതൽ ക്യാരക്ടർ ആവട്ടെ, അവരുടെ നല്ല ക്വാളിറ്റീസ് ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ആവട്ടെ, ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആവട്ടെ, ഫൈൻ മോട്ടോർ സ്കിൽസ്, നിങ്ങൾ ഫൈൻ മോട്ടോർ സ്കിൽസും ഗ്രോസ് മോട്ടോർ സ്കിൽസ് ഒക്കെ നോക്കി അതെല്ലാം ഡെവലപ്പ് ചെയ്യുന്ന ഒരു ടൈം പീരീഡ് ആണ് 3 to 6 years എന്ന് പറയുന്നത്. സോ ആ ഒരു ടൈം പീരീഡ് തന്നെ കറക്റ്റ് ആയിട്ട് മോണ്ടിസോറി സെലക്ട് ചെയ്യാനുള്ള റീസണും ഇതാണ്. കുട്ടികൾ ഷെയറിങ്, ഹെൽപ്പിംഗ്, മെന്റാലിറ്റി കാര്യങ്ങളൊക്കെ വരുന്നതും അവർക്ക് തമ്മിലുള്ള തർക്കങ്ങളും കാര്യങ്ങളും പരസ്പരം സോൾവ് ചെയ്യുന്ന ഒരു ടൈം പീരീഡ് ആണിത്. കുട്ടികള് അവരെ ബിഹേവിയേഴ്സ് നമ്മൾ പാരന്റ്സ് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ അവരുടെ ബിഹേവിയർ മാറുന്ന ഒരു ടൈം പീരീഡ് ആണ്. വളരെ ബിസി ആയിട്ടുള്ള ഒരു ടൈം പീരീഡ് ആണ് 3 to 6 years എന്ന് പറയുന്നത്. അപ്പോ ആ ഒരു ടൈം പീരീഡിൽ നമ്മൾ നല്ല ഫൗണ്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളുടെ ബെറ്റർ ആയിട്ടുള്ള ഫ്യൂച്ചറിന് നല്ല എഫക്റ്റീവ് ആണ്. നമ്മൾ കൂടുതലും കുട്ടികൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ടൈം പീരീഡ്. നമ്മൾ ഗോൾഡൻ ഇയേഴ്സ് ഓഫ് ദ ലൈഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0 to 7 years ആണ്. കുട്ടികൾക്ക് അധികം ടെൻഷൻ ഒന്നും ഇല്ലാതെ എൻജോയ് ചെയ്ത് ഓരോ കാര്യങ്ങൾ ലേൺ ചെയ്യാവുന്ന ഒരു ടൈം പീരീഡ് ആണ് 0 to 7 years എന്ന് പറയുന്നത്. ആ ടൈം പീരീഡ് നമ്മളും നമ്മുടെ ടൈമും കാര്യങ്ങളും കുട്ടികൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം. ഇന്ന് നമുക്ക് അത്രയും സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരില്ല, നമ്മൾ അവരെ വെറുതെ സപ്പോർട്ട് ചെയ്താൽ മതിയോ? അറ്റ് ദ ഏജ് ഓഫ് 6, ഒരു 6 വയസ്സൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ കുട്ടി ഫുൾ സിവിലൈസ്ഡ് ആയി, കുട്ടി ഫുൾ ഡെവലപ്ഡ് ആയി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. Children are not fully disciplined but begin to show self-control, consideration for others. കുട്ടികളില് സെൽഫ് കൺട്രോൾ കാര്യങ്ങൾ വരുന്ന നമുക്ക് കാണാൻ പറ്റും. കൺസിഡറേഷൻ, കുട്ടികള് എന്താണ് മറ്റുള്ള ഒരു ഫീലിങ്സിനെ കൺസിഡർ ചെയ്യുന്നതൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ടെസ്റ്റിലില്ല, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറഞ്ഞത്. സെക്യൂർ അറ്റാച്ച്മെന്റ് ഇൻ ഇൻഫന്റ് ഫീൽ സേഫ് ആൻഡ് ബെറ്റർ സോഷ്യലൈസ്ഡ്. കുട്ടികള്
കുറച്ചുകൂടി സോഷ്യലൈസ്ഡ് ആകുമ്പോൾ അവർ ഈ ഒരു അറ്റാച്ച്മെന്റ് നമ്മുടെ സമൂഹത്തിന്റെ ഒരു സുരക്ഷിതത്വത്തില് സേഫ് ആകുന്ന ഒരു ഫീലിംഗ് അവർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടൈം പീരീഡ് ആണ് ഏത് 6 years എന്നൊക്കെ പറയുമ്പോൾ വാം ലവ് ശരിക്കും വേണ്ടത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ട ഒരു കാര്യമാണ് വാം ആൻഡ് ലവിങ് പാരന്റ്സ്. സ്നേഹിക്കപ്പെടുന്ന അല്ലെങ്കിൽ സ്നേഹിക്കാൻ അത്രയും നല്ല ഇഷ്ടമുള്ള പാരന്റ്സ് അല്ലെങ്കിൽ നല്ല കെയറിംഗ് ആയിട്ടുള്ള പാരന്റ്സ് ആണ് അവർക്ക് വേണ്ടത്. ഇൻവോൾവ് പാരന്റ്സ് ടു പ്ലേ വിത്ത് നമ്മുടെ കുട്ടികളുടെ ഒപ്പം നമ്മൾ കുട്ടികളെ നല്ല രീതിയിൽ മനസ്സിലാക്കി അവരുടെ ഒപ്പം പ്ലേ ചെയ്യാൻ തുടങ്ങണം, കളിക്കാൻ തുടങ്ങണം, അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരുടെ ഒപ്പം കളിക്കുന്ന എൻജോയ് ചെയ്യണം. കുറച്ച് സമയം അവർക്ക് വേണ്ടി നമ്മുടെ നാട്ടിൽ വെക്കണം. എന്താ ഹസ്ബൻഡ് വൈഫും വർക്കിംഗ് ആണെങ്കിൽ സൺഡേ അല്ലെങ്കിൽ സാറ്റർഡേ, സൺഡേ മെയിൻലി സൺഡേ എന്ന് വിചാരിക്കും, സൺഡേ രണ്ടുപേർക്കും വർക്ക് ഉണ്ടാവില്ല. സോ സൺഡേ നമ്മുടെ കുട്ടികളോടൊപ്പം കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണം. അതേപോലെ തന്നെ വർക്ക് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നൈറ്റ് നമ്മൾ കുറച്ച് ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യാം. അങ്ങനെ സ്പെൻഡ് ചെയ്യുന്നതിലൂടെ അവരായിട്ട് നല്ലൊരു കോണ്ടാക്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. പാരന്റ്സ് വിത്ത് ക്ലിയർ ആൻഡ് കൺസിസ്റ്റന്റ് റൂൾ ഹെൽപ് ചിൽഡ്രൻസ് ടു അണ്ടർസ്റ്റാൻഡ് ദി ലിമിറ്റ്. കുട്ടികളെ നമ്മൾ നിയന്ത്രിക്കുന്ന സ്ഥലത്ത് നിയന്ത്രിക്കണം. ഒരുപാട് ഓവർ കെയർ ചെയ്യണം, അല്ലെങ്കിൽ അവരിപ്പോ ഫോൺ ചോദിച്ച് കരയുമ്പോൾ എപ്പോഴും ഫോൺ കൊടുക്കണം, അങ്ങനെയൊന്നും ഞാൻ പറയില്ല. പക്ഷെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മളവരെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. നമ്മുടെ involved parents who play with the and observe their children positively influence the behavior. നമ്മൾ കുട്ടിയോടൊപ്പം കളിച്ച് കുട്ടിയോടൊപ്പം നല്ല കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ കുട്ടിയുടെ ബിഹേവിയറിനെ അത് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പറ്റും. Okay, teaching children what to do is more effective only telling them what not to do. അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞു കൊടുക്കുന്നതിൽ എത്രയോ നല്ലതാണ് അതിങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇത് ഇതേപോലെ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. സപ്പോസ് ഞാൻ കാര്യം പറയാണ്, നമ്മള് ബോട്ടിൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം കുടിച്ച് ആ ഒരു ബോട്ടിൽ പുറത്ത് കളയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ആ വെള്ളം കുടിച്ച് കുട്ടിയുടെ മുമ്പിൽ തന്നെ ആ ബോട്ടില് വേസ്റ്റ് ബിന്നിലാണ്. അടുത്ത പ്രാവശ്യം അവരായിരിക്കും നമ്മുടെ കയ്യിൽ ആ ബോട്ടിൽ വാങ്ങിച്ച് എവിടെയിരുന്നത്, വേസ്റ്റ് ബിന്നിലിരുന്നത്. അതിനോട് ചെറിയ ചെറിയ സോഷ്യലൈസേഷൻ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യരുതെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് അത് നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കുക, ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്യണം എന്ന്. നമ്മൾ പുറത്ത് കുട്ടികൾ കളയുന്നത് കുട്ടികളോട് പറഞ്ഞിട്ട് നമ്മളത് തന്നെ ചെയ്യുകയാണെങ്കിൽ അത് തെറ്റാണ്. അങ്ങനെയല്ല കുട്ടികൾ പറഞ്ഞത്, നമ്മളത് എങ്ങനെ ചെയ്യണമെന്ന് അവരെ കാണിച്ചു കൊടുക്കണം. നമ്മളാണ് റോൾ മോഡല്, അവരത് നമ്മളെ ഫോളോ ചെയ്തോളും. ഓക്കെ ഓക്കെ ഒന്ന് റീഡ് ചെയ്യാ പാരഗ്രാഫ്. ഓർക്കെ റീഡ് ചെയ്യോ? ആരാ വായിക്കുന്നേ? ഹസ്ന വായിക്കുന്നുണ്ടാടാ? ഞാൻ വായിക്കാം മിസ്. മാം ഞാൻ വായിക്കുന്നുണ്ട്. ആണോ? ഞാൻ മ്യൂട്ടായിരുന്നടാ. മ്യൂട്ടായിരുന്നു. ഞാൻ വായിക്കാം മാം. At age 6, children are not fully yet civilized, but a core of consideration and self-restraint can be seen in children whose attachment in infancy have been safe and whose socialization during the preschool years are given by warm and loving parents. These are parents who have high but considerable maturity expectation, who are consistent in setting limits, who are involved with their children, but to observe them and to play with and enjoy them, who explain the effects of the child's behavior on others, and who concentrate more on teaching what to do rather than what not to do. ഓക്കെ, ഞാൻ അസ്ല വായിക്കുന്നൊക്കെ വിചാരിച്ചു ആൾക്കൂട്ട് കണ്ട് വായിക്കാണ്, വായിച്ചുകൊണ്ടിരിക്കാൻ വിചാരിച്ചു. മാം വായിക്കാൻ പറഞ്ഞപ്പോ ഞാൻ വായിച്ചു തുടങ്ങി. അപ്പോഴാണ് വായിച്ച. ഓക്കെ ഓക്കെ ഓക്കെ. അറ്റ് ഏജ് 6 ആകുമ്പോൾ നമ്മൾ പറയാൻ പറ്റില്ല കുട്ടി ഫുള്ളി സിവിലൈസ്ഡ് ആയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ കുട്ടികളില് ഒരു നമ്മളെന്താ പറയാ, കുട്ടി എന്താ പറയാ
ഒരു സെൽഫ് കൺട്രോൾ ആൻഡ് കൺസിഡറേഷൻ ഓഫ് അതേഴ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്ത ഒരു ടൈം പീരീഡ് ആണ് 6. നമുക്ക് എന്തൊക്കെയാണ് സമൂഹത്തിലേക്ക് വരുമ്പോൾ എങ്ങനെ പെരുമാറണം, അതേപോലെ തന്നെ എങ്ങനെ കൺസിഡർ ചെയ്യണം എന്നൊക്കെ അവർക്ക് മനസ്സിലാക്കുന്ന ടൈം പീരീഡ് ആണ്. സെൽഫ് റെസ്ട്രെയിൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? എവിടെയാ സെൽഫ് എവിടെയാണ്? സെൽഫ് റെസ്ട്രെയിൻഡ് അത് സെൽഫ് കൺട്രോൾ ആണ്. സെൽഫ് കൺട്രോൾ ഉണ്ടാവും. എന്നുവെച്ചാൽ കുട്ടികളുടെ ഇമോഷൻസും കാര്യവും. അനുമോളെ അനു ഇമോജി അറിയാണ്ട് അയക്കുന്നതാണോ? അയ്യോ എന്തോ ടച്ച് കൊണ്ടാ. ഓക്കെ, നല്ല ഇമോജീസ് വരുന്നത്, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇമോജി പറഞ്ഞാൽ എന്തോ ഒരു ഷേപ്പ്, ഒരു എന്താ പറയാ കേക്ക് ഉണ്ടാന്നുള്ള രീതിയിൽ ഒരു ഇമോജി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ലവ് വിത്ത് ഇമോജി ആദ്യം വന്നു. അയ്യോ അറിയാണ്ട് ടച്ചായി വന്നാ മിസ്സേ, സോറി. കുഴപ്പമില്ല, എനിക്ക് തോന്നി അറിയാണ്ട് വന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? അയ്യോ, സെൽഫ് റെസ്ട്രെയിൻഡ് ആണോ പറഞ്ഞത്? സെൽഫ് റെസ്ട്രെയിൻഡിന്റെ മീനിങ് ആയിരുന്നു പറഞ്ഞത്. സെൽഫ് കൺട്രോൾ എന്നാണ് പറയുന്നത്. നമ്മൾ എങ്ങനെയാണ് ഒരു സൊസൈറ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ കുട്ടികളെ സ്വയം എങ്ങനെ കൺട്രോൾ ചെയ്യണം, അവരുടെ ഇമോഷൻസ് എങ്ങനെ കൺട്രോൾ ചെയ്യണം. ചിലപ്പോൾ നമുക്ക് വിഷമം വന്നിട്ടുണ്ടാവും, പക്ഷെ അവർ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ബിന്ദുല നമ്മൾ പിടിച്ചുകൊണ്ട് നടക്കും. നമ്മൾ ഇതിൽ ചോദിച്ചിട്ട് വാങ്ങിച്ചൊന്നും കൊടുത്തില്ലെങ്കിൽ അവര് പക്ഷെ അറിയാൻ പറ്റും. പിന്നെ വീട്ടിൽ ചെന്നിട്ടായിരിക്കും അവർ ചോദിക്കുന്നത്, എന്തുകൊണ്ട് അമ്മ എനിക്ക് വാങ്ങിച്ചു തന്നില്ല, അമ്മ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തേ, എന്റെ മോൾ അങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ എന്തെങ്കിലും വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ അവള് സംസാരിക്കൂല. വീട്ടിൽ ചെന്നിട്ട് പറയും, അതുകൊണ്ട് എന്നോട് അങ്ങനെ പറഞ്ഞേ ചോദിച്ചിട്ട് നമ്മുടെ അടുത്തേക്ക് വരും. അതൊക്കെയാണ് നേരെ തിരിച്ചാണ് മിസ്. വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ അവിടെ ഇരിക്കും, എന്നിട്ട് പിന്നെ ഒരു കണക്കിലിട്ട് കൊണ്ടുപോകും. ഇല്ല, കുറുമ്പ് കാണിക്കില്ല. അവിടെ പുറത്ത് പോയി കഴിഞ്ഞാൽ ആള് ഭയങ്കര, ഞാൻ പറഞ്ഞേ ഭയങ്കര സൈലന്റാ. നമുക്ക് തോന്നില്ല വീട്ടിലുള്ള ഒരാളാണെന്ന് നമുക്ക് തോന്നില്ല. പക്ഷെ അകത്ത് ആള് കുറുമ്പിയാണ്. അവളുടെ സ്വഭാവമൊക്കെ കാണിക്കും, ആളുടെ കുറുമ്പൊക്കെ കാണിക്കും. പക്ഷെ ഞാൻ ടീച്ചറോട് പറയും അവള് ഭയങ്കര കുറുമ്പിയാണെന്ന് പറയുമ്പോ മിസ്മാര് വിശ്വസിക്കൂല. ഇവിടത്തെ കുറുമ്പ് പറഞ്ഞ അവള് പാവമാണ്, ഒരു കുഴപ്പമില്ല. അമ്മയും പറയും അവളെ കൊണ്ട് ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയും. അപ്പൊ ഇവിടെ പക്ഷെ ഭയങ്കര കുറുമ്പ്. അല്ല, ചിലപ്പോ അവരുടെ വീട്ടിലാവുമ്പോ അവർക്ക് സാഹചര്യവും കാര്യങ്ങളും പിന്നെ നമ്മളുണ്ടല്ലോ എന്നുള്ള ധൈര്യവും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമ്മുടെ സമൂഹം ഒരു സേഫ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് നമ്മുടെ സൊസൈറ്റി നമ്മുടെ കുട്ടികൾക്ക്, വളർന്നു വരുന്ന കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. ആ ഒരു സേഫ് ഫീലിംഗ് കൊടുക്കാൻ പറ്റുന്നുണ്ടോ നമ്മുടെ സമൂഹത്തിന്? ഇല്ല, കൊടുക്കാൻ പറ്റുന്നില്ല മിസ്സേ. അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഫാക്ടറാണ്. കാരണം എനിക്ക് പേടിയാണ് എന്റെ മോള് കുറച്ചു നേരം എന്റെ വീട്ടിൽ തനിച്ചിരുത്താനായിട്ട്. അല്ലെങ്കിൽ ഇപ്പോ ഞാൻ ഇല്ലാണ്ട് കുറച്ചു നേരം അവൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ തന്നെ എനിക്ക് ടെൻഷനാണ്. അത് ഇന്ന് നമ്മളുടെ സമൂഹം സേഫ് അല്ല. അത്ര സേഫ് അല്ലാത്തൊരു സമൂഹത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു വരുന്നത്. നമ്മളൊക്കെ വളർന്നു വന്ന സാഹചര്യമായിട്ട് അവരെ കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ചിലപ്പോ നമ്മുടെ പാരന്റ്സ് നമ്മളെ വീട്ടിൽ തനിച്ചാക്കി ജോലിക്കും വർക്കിനൊക്കെ പോയിട്ടുണ്ടാവും. ചിലപ്പോ നമ്മുടെ അടുത്ത എന്താ പറയാ അയൽപക്കത്തുള്ള ചേച്ചിനോട് പറഞ്ഞിട്ടാക്കി പോയിരിക്കുന്നത്. അവരുടെ ശ്രദ്ധ വളരെ കൂടുതലായിരിക്കും നമ്മുടെ കാര്യത്തില്. ഭക്ഷണം കഴിച്ചോന്ന് വിളിച്ചു ചോദിക്കും, എന്ത് ചെയ്യാണ്, ടി വി കാണണോ പഠിക്കുകയാണോ എന്നൊക്കെ വിളിച്ചു ചോദിക്കാനായിട്ട് അങ്ങനെ ഒരാളുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അയൽപക്കങ്ങളില്ല, അല്ലെങ്കിൽ നൈബർ കൂടെ ഇല്ല എന്ന് പറയാം. കാരണം തൊട്ടപ്പുറത്ത് വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർ ആരാന്ന് പോലും അറിയാത്ത ഒരു തലമുറയാണ് നമ്മളുടെ. അവരാരാണ് ആമോ എന്ന് പറയുന്ന കുട്ടികൾ. പരിചയമില്ലേ, കോണ്ടാക്ട് ചെയ്യാൻ ചോദിക്കുമ്പോ അതറിയില്ല എന്ന് പറയും. ആ ഒരു തലമുറയിലൂടെയാണ് ഇപ്പോ നമ്മൾ കടന്നു പോകുന്നത്. സോ നമ്മുടെ സൊസൈറ്റി അത്ര സേഫ് അല്ല. സോ എന്താണ്, നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ കുറച്ച് നമ്മൾ പ്രിക്കോഷൻസ് കാര്യങ്ങൾ എടുക്കേണ്ട ഒരു ടൈം പീരീഡ് ആണ് ഇത്. ഓക്കെ, അപ്പോ നമ്മള് സോഷ്യൽ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കുട്ടികളുടെ സോഷ്യലൈസേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോ ഞാൻ ക്ലാസ് ഇത്ര എടുക്കുന്നുള്ളൂ. ബാക്കി ഫാക്ടേഴ്സ് ആൻഡ് റോൾ ഓഫ് ടീച്ചർ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ ലാസ്റ്റ് ആയിട്ട് ചിലപ്പോ ഈ മാസം ലാസ്റ്റ് ആയിട്ടോ ഫെബ്രുവരി ആദ്യമായിട്ടോ നിങ്ങൾക്ക് എക്സാം ഉണ്ടാവും. നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. മനസ്സിലായില്ല? ഫെബ്രുവരി ഫസ്റ്റിലാണോ മാം എക്സാം? മിസ്സേ നൈറ്റ് ടൈമിൽ എക്സാം എന്താണ്?
ടൈം നൈറ്റിലായിരിക്കോ അതോ നൈറ്റ് ആയിരിക്കുള്ളൂ. ഓക്കെ, നൈറ്റ് മിസ് ആണെങ്കിൽ ഒരു ഡൗട്ട് കൂടി. ഈ നമ്മുടെ ഈ വൈവ ഇല്ലേ, പ്രാക്ടിക്കല് നമ്മൾ അങ്ങോട്ട് വരണം എന്ന് പറയുന്നുണ്ട്, അല്ലാത്തവർക്ക് ഇത് വീഡിയോ വഴി കാണിക്കൂലേ മിസ്? ലൈവ് പ്രാക്ടിക്കൽ ഉണ്ടാവും. ഉണ്ടാവും. പിന്നെ അത് കൂടാണ്ട് വൈവ എങ്ങനെയായിരിക്കും മിസ്? അതായത് മെയിൻ ആയിട്ട് പ്രാക്ടിക്കൽ കഴിഞ്ഞതിന് ശേഷം വൈബ് എടുക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് ഓൺലൈൻ ആയിട്ടാണ് മെയിൻ ആയിട്ട് വൈബ് വരുന്നത്. ഓൺലൈൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു 15 മിനിറ്റ്സ് അലൗ ചെയ്യും. ടീച്ചറിന്റെ ടൈമിൽ 15 മിനിറ്റ്സ് ഇപ്പൊ സ്റ്റേജിന് ഞാനാണ് വൈബ് ചെയ്യുന്നതെങ്കിൽ എന്റെ ലിങ്കിൽ ക്ലാസ് റൂമിൽ നമ്മൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ക്ലാസ് റൂമിൽ ഓരോ ടീച്ചേഴ്സിന്റെ വൈബിയുടെ ലിങ്ക് വരും. അപ്പൊ അവരുടെ ടീച്ചറിന്റെ ലിങ്കിൽ മോൻ കയറിയിട്ട് ഞാൻ ആ ടൈമിൽ 15 മിനിറ്റ്സ് മോന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഇതേപോലെ എന്താ പറയാ ഗൂഗിൾ മീറ്റില് ഞാനും മോന് മാത്രം ഉണ്ടാവുള്ളൂ. സോ ആ ടൈമിൽ നമ്മൾ വൈബ് ചെയ്യും, ചോദിക്കും. ഇത് മെയിൻ എക്സാം അല്ല, ടേം എക്സാം ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻസ് ചോദിക്കും, മെറ്റീരിയൽസ് കാണിച്ചു തരണം, റെക്കോർഡ് കാണിച്ചു തരണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ. അത് ഓക്കെ മിസ്. പിന്നെ അതിൽ നിന്ന് ക്വസ്റ്റ്യനും ചോദിക്കുന്നത് അപ്പൊ തന്നെ ആയിരിക്കും? അപ്പൊ തന്നെ ചോദിക്കും. എന്തായാലും വൈവയ്ക്ക് മുമ്പായിട്ട് ഞാൻ വൈവ എങ്ങനെ പ്രസന്റ് ചെയ്യണം, ടീച്ചേഴ്സിനെ എങ്ങനെ ഇംപ്രസ് ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതേപോലെ എല്ലാവരും ഇംപ്രസ് ചെയ്യാൻ വരണ്ട കേട്ടോ. അതായത് ഇതിൽ പ്രിപ്പയർഡ് ആയിട്ട് വേണം. ബാക്കിയുള്ള ടീച്ചർമാർ നമുക്ക് ഇങ്ങനെ കയ്യിലെടുക്കണം എന്ന് അറിയട്ടെ, അത് ഞാൻ നന്നായിട്ട് പറഞ്ഞുതരാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടി പറഞ്ഞു. ടേം എക്സാം എങ്ങനെയായിരിക്കും? പാർട്ട് 1 ഒരുമിച്ച്, പാർട്ട് 2 ഒരുമിച്ച്, അങ്ങനെയാണോ? അല്ലടാ, മെയിൻ എക്സാം എന്ന് പറയുമ്പോ 4 പാട്ടുള്ള കാരണം എങ്ങനെയാണെന്ന് മനസ്സിലായി. പക്ഷേ ഈ എക്സാമിന് ഫുള്ള് എടുത്തിട്ടില്ലല്ലോ. അപ്പൊ എങ്ങനെയായിരിക്കും സബ്ജക്ട്സ്? പറയുവേ, പറഞ്ഞു മിസ്. പാർട്ട് 1 and 2 എന്നാണ് നമുക്ക് എക്സാം വരുന്നത്. 1 and 2 പ്ലസ് ഇംഗ്ലീഷ് ഒരു എക്സാം വരുന്നത്. പാർട്ട് 1 and 2 40 മാർക്സ്, 40 മാർക്കും ഇംഗ്ലീഷിന്റെ 10 മാർക്കും കൂടി കൂട്ടി 50 മാർക്കിലാണ് നമുക്ക് എക്സാം വരുന്നത്. നിങ്ങൾക്കറിയാം, ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ഇപ്പൊ എടുക്കുന്നത്. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജി എന്ന് പറയുന്നത് ഇപ്പൊ എടുക്കുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. സോ അതിൽ നിന്നായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, ഇനി മെയിൻ എക്സാമിന്റെ കാര്യത്തിൽ ഹസ്ബൻഡ് പറഞ്ഞില്ലേ, പാർട്ട് 1, 2, 3, 4 അങ്ങനെ എല്ലാ എക്സാം വരുന്നത്. പാർട്ട് 1 എന്ന് പറയുന്നത് ഒരു പേപ്പറാണ്. പാർട്ട് 2 എന്ന് പറയുന്നത് 2 പേപ്പറാണ്. ചൈൽഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഫസ്റ്റ് പേപ്പറും സൈക്കോളജി എന്ന് പറയുന്ന തേർഡ് പേപ്പറും. ചൈൽഡ് ഡെവലപ്മെന്റ് 5 ഡെവലപ്മെന്റ്, ലാംഗ്വേജ് ചൈൽഡ് ഡെവലപ്മെന്റ് മുതൽ ലാംഗ്വേജ് ഡെവലപ്മെന്റ് വരെ 5 യൂണിറ്റ് ഒരു പാർട്ടും, ബാക്കി സൈക്കോളജി വരുന്ന സെഷൻ 5 അടുത്ത പാർട്ടുമാണ്, അടുത്ത പേപ്പറാണ്. ചൈൽഡ് ഡെവലപ്മെന്റ് സൈക്കോളജി 2 പേപ്പറായിട്ട് തിരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ് 2 പേപ്പറായിട്ട് തിരിച്ചിട്ടുണ്ട്. മോണ്ടിസോറി സ്കൂൾ മാനേജ്മെന്റ് ഒറ്റ പേപ്പർ തന്നെയാണ്. എന്ന് വെച്ചാൽ ഇമ്പോർട്ടൻസ് ഉള്ള പേപ്പേഴ്സ് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പേപ്പർ പാർട്ട് 2ഉം പാർട്ട് 3യും 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് എക്സാമിന് മുമ്പ് എന്തായാലും നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്തിരിക്കുന്ന രീതിയൊക്കെ അയച്ചു തരും. ഏതൊക്കെ യൂണിറ്റ്സ് ആണ്, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ്, വ്യക്തമായിട്ട് അത് അയച്ചു തരും കേട്ടോ. ഓക്കെ മിസ്, താങ്ക് യു മിസ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇനിയിപ്പോ എത്ര എക്സാം ഉണ്ട്? ഈ ഒരു എക്സാം കഴിഞ്ഞാൽ ഇനി 1 ഉം 2 ഉണ്ട്. എന്നുവെച്ചാൽ പാർട്ട് 1 ഉം 2ന്റെയും ഒരു ടൈം എക്സാമും പാർട്ട് 3യുടെയും 4ന്റെയും ഒരു എക്സാമും കൂടി ഉണ്ട്. ഇത് രണ്ടുമാണ് നിങ്ങൾക്ക് മോഡൽ എക്സാം ആയിട്ട് നടത്തുന്നത്. ബാക്കി 2 എക്സാം പി ജിക്കാർക്ക് മാത്രമാണോ? ഇത് രണ്ടും മോഡൽ എക്സാം ആണ്. പിന്നെ മെയിൻ എക്സാം എന്ന് പറയുന്നത് എത്ര ഉണ്ട്? മൊത്തം വരുമോ മിസ്? എക്സാം ഉണ്ട്. ഡിപ്ലോമക്കാർക്ക് 7 എക്സാമും പി ജിക്കാർക്ക് 9 എക്സാമാണ് ഉള്ളത്. സിമ്പിൾ ആണ്. നിങ്ങള് കാര്യം ഈ വൈവാക്ക് മുന്നായിട്ട് നമ്മൾ എല്ലാവർക്കും ചെയ്തിരിക്കണ്ടേ? ജിഷാമിസായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ അടുത്ത് ഫെബ്രുവരിയിൽ വെക്കണോന്ന് മിസ് ഇങ്ങനെ ചോദിച്ചോണ്ടുണ്ട്. അപ്പൊ ആ ടൈമിൽ അതാണ് മിസ് ഡൗട്ട്. അതിന്റെ ചർച്ചയിലായിരുന്നു 2 ദിവസമായിട്ട്. അപ്പൊ ജിഷാമിസ് ഇങ്ങനെ ചോദിച്ചു 14th ഈ ഫെബ്രുവരി 7th പറഞ്ഞു. അപ്പൊ ആ ഇടയ്ക്ക് തന്നെ മൺഡേയിലൊക്കെയാണ് മിസ് ചോദിച്ചിരുന്നത് വെക്കാൻ പറ്റുമെന്ന്. അപ്പൊ എല്ലാവർക്കും കൂടി ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കാൻ പറ്റിയിട്ടില്ല. ദൂരെയുള്ളവരുള്ളത് കൊണ്ട് എനിക്ക് ഓൾമോസ്റ്റ് ദൂരെയുള്ളവർക്ക് വീഡിയോ ആയിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. കുറെ പേർക്ക് വന്നെന്നും ഉണ്ട്.
ദൂരമുള്ളവരൊക്കെ വരാറുണ്ട്. തിരുവനന്തപുരത്ത് നിന്നൊക്കെ കുട്ടികള് പ്രാക്ടിക്കൽ ക്ലാസ് മാത്രം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരാറുണ്ട്. അവർ ആ വരുന്ന സമയത്ത് റെക്കോർഡൊക്കെ കൊണ്ടുവരും, കംപ്ലീറ്റ് ചെയ്ത റെക്കോർഡൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കൊണ്ടുവരും. അതേപോലെ പ്രാക്ടിക്കൽ ക്ലാസ്സിന് വരുമ്പോൾ വൈകി അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഫോട്ടോസ് ഒന്ന് എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ അനുമോള് ചിലപ്പോ ഗോപിക ചേച്ചി രമ്യ 4 പേരും ഇപ്പൊ ട്രെയിനിങ്ങിന് കയറും പോവാണ് തിങ്കളാഴ്ച തൊട്ട്. ക്ലാസ് മിസ്സാവും എന്നാലും ഞങ്ങൾ റെക്കോർഡ് ക്ലാസ് പറ്റുന്ന പോലെ ഇരുന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. 20 ദിവസത്തേക്കാണ് മിസ് കിട്ടി പറഞ്ഞിരിക്കുന്നത്. ഞാൻ ക്ലാസ്സിൽ വന്നതേ അറിയാറില്ല, ഇവിടെ വന്നത് അറിയില്ല. പിന്നെ സമയം നോക്കുമ്പോഴാണ് പോസ്റ്റർ നിർബന്ധിച്ചാൽ നിങ്ങളുടെ ക്ലാസ് പെട്ടെന്ന് അങ്ങോട്ട് പോകും. ഓക്കെ, നല്ലൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. കാരണം എനിക്ക് ഇപ്പൊ രാവിലത്തെ തന്നെ പീരീഡ് ചിലപ്പം തരുമായിരിക്കും. എന്നിട്ട് ക്ലാസ് എടുത്തിട്ട് പൊക്കോളം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫുൾ ഡേ ഇരിക്കേണ്ട കാര്യമില്ല. എനിക്ക് ഫുൾ ടൈം ഉണ്ട് മിസ്, നമ്മുടെ ഇൻഫൻസിലാണ്. ഓ, ഇൻഫന്റിലാണോ? ഓക്കെ, അവിടെ സ്ട്രിക്റ്റ് ആണ്. അവിടെ എക്സാം കഴിഞ്ഞു. എക്സാം ഇനിയിപ്പോ ലാസ്റ്റ് എക്സാം LKG-കാർക്ക് മറ്റേ ഓണം എക്സാം, ക്രിസ്മസ്, ഫൈനല്. അപ്പൊ ഇനിയിപ്പോ മാർച്ച് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും അവർക്ക് ലാസ്റ്റ് എക്സാം. സ്മോൾ ലെറ്റർ ആണ് ഇപ്പൊ തുടങ്ങിയേക്കണേ മോൾക്ക്. അപ്പൊ 15 എന്നത്തേക്ക് ജോയിൻ ചെയ്യും? 2 വീക്സ് ആണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ 20 days മിസ്. 20 days അതായത് കൺഫേം ആയിരുന്നില്ല. ജിഷാമിസിനോട് ചോദിച്ചിട്ടുണ്ടായില്ല എത്ര ദിവസം, കുറച്ച് സമയം ലേറ്റ് ആയി പോയി. ഞാൻ സിസ്റ്ററിന്റെ അടുത്ത് കേറുന്ന ടൈമില് ഉറപ്പുണ്ടായിരുന്നില്ല. അപ്പൊ 15 ആക്കണം എന്നുണ്ട്. 20 അവര് എന്താ സമ്മതിക്കുമോ എന്നാണ് അറിഞ്ഞൂടെ. അവർ എഴുതി വെച്ച് കഴിഞ്ഞു 20 days. എത്ര ആക്കണം എന്ന് പറഞ്ഞ് മിസ് 15 days ആണ് പറഞ്ഞത്. നിങ്ങൾക്ക് അത് ഓക്കെ ആയിട്ടില്ല എങ്കിൽ കൂടുതൽ എടുക്കാന്ന് പറഞ്ഞു. 20 days ഇത്രയേ വേണ്ടുള്ളൂ. 20 days കൂടുതൽ കിട്ടുന്നതാണ് നല്ലത്. ഓക്കെ മിസ്. മിസ് ഞാനും ഇന്റേൺഷിപ്പിൽ പറഞ്ഞത് ഇവിടെ ഒരു ഗവൺമെന്റ് സ്കൂളിലാണ്, പള്ളിക്കീഴ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അവിടുത്തെ മിസ് ഇപ്പോ BLO ആയിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് എന്നോട് ഞാൻ അങ്ങോട്ട് ചോദിച്ചു അവിടെ വേക്കന്റ് ഉണ്ടോന്ന്. അപ്പൊ മിസ് പറഞ്ഞ് വന്നോളൂ എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് AEയോടെ സാങ്ഷനൊക്കെ വേണമായിരുന്നു മാം. അതെന്തായാലും ഇന്നലെ മെയിൽ അയച്ചിട്ടുണ്ട്. നമ്മുടെ സ്മാർട്ട് സ്ക്രീന്ന് AEOക്ക് നേരിട്ട് കൊല്ലത്തെ AEOക്ക് അയച്ചിട്ടുണ്ട്. എന്നോടും പറഞ്ഞേക്കുന്നത് തിങ്കളാഴ്ച ചെല്ലാനായിട്ടാണ്. കാരണം ഇന്ന് ഞങ്ങൾക്ക് അവധിയാണേ, പൊങ്കൽ പ്രമാണിച്ച് കൊല്ലം ജില്ലക്കൊക്കെ അവധിയാണ്. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ നാളെ മെയിൽ അവിടെ ചെല്ലും. അന്നേരത്തേക്ക് തിങ്കളാഴ്ച ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ചെറിയൊരു ഡൗട്ട് കൂടി, LKG പിള്ളേരാണല്ലോ, അപ്പൊ അവരോട് നമ്മൾ ഫുൾ ഇംഗ്ലീഷ് സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ? പിള്ളേർക്ക് മലയാളമല്ലേ മനസ്സിലാവുള്ളൂ? പറയാൻ പറ്റൂല മോനെ. ഓക്കെ, ശരി. എല്ലാവർക്കും നല്ല രീതിയിൽ അറ്റൻഡൊക്കെ ചെയ്തിട്ട് വരാം. റെക്കോർഡ് ക്ലാസ് കാണാൻ മറക്കരുത്. ഞാൻ റിവിഷൻ പറ്റാണെങ്കിൽ കൊടുക്കും. ഈ ഒരു പോർഷൻസിനെ കുറിച്ചിട്ടുള്ള റിവിഷൻ പറ്റാണെങ്കിൽ 2 വീക്സ് കൊടുക്കാന്ന് വിചാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ എടുക്കാൻ പോകുന്ന മെയിൻ ചാപ്റ്റേഴ്സ് ആണ്. മോണ്ടിസോറിയിലേക്ക് പോവാണ് കേട്ടോ. പിന്നെ സ്കൂൾ മാനേജ്മെന്റ് എടുക്കണം നിങ്ങൾ വരുന്നവരെ. നോക്കട്ടെ, ഞങ്ങള് വരുമ്പോ എടുത്താൽ മതി. ഇന്റേൺഷിപ്പിന് ഇപ്പൊ പോണതാണോ മിസ് നല്ലത്? എന്നോടും വന്നോളാൻ പറഞ്ഞൊരു സ്കൂളിലേക്ക്, പക്ഷെ ഞാനിങ്ങനെ പോണോ വേണ്ട മിസ്സാണ്. നമ്മൾ മോണ്ടിസോറി മെത്തേഡ് അല്ലെങ്കിൽ ഇപ്പൊ പോകുന്നതായിരുന്നത്. മോണ്ടിസോറി മെത്തേഡ് ആണെങ്കിൽ പാർട്ട് 3 കംപ്ലീറ്റ് ആയിട്ട് പോണെങ്കിൽ നല്ലത്. മക്കളുടെ സ്കൂളിൽ ചോദിച്ചപ്പോ വന്നോളാൻ പറഞ്ഞു എന്നോട്. മക്കളുടെ സ്കൂളിൽ പോകാൻ ചാൻസ് കൂടുതലാണ്. നിങ്ങൾ ഭയങ്കരമായിട്ട് വർക്കും എക്സാം ഒക്കെ കൂടുതലായിട്ട് വരും. അപ്പൊ നിങ്ങൾക്ക് പോയിട്ട് മോണ്ടിസോറി മെത്തേഡാണ് കിട്ടിയിരിക്കുന്നത്. മിസ്സേ, ഞാനിവിടെ ഡീപോൾ സ്കൂളിലാണ് ചോദിച്ചേക്കുന്നത്. അപ്പം മോണ്ടിസോറി ഫോളോ ചെയ്യുന്ന ഒരു സ്കൂള് സെപ്പറേറ്റ് ഉണ്ട്. പക്ഷെ എനിക്ക് സാധാരണ KG സെക്ഷനിലാണ് കിട്ടിയേക്കണേ. അപ്പൊ മോണ്ടിസോറി മെത്തേഡ് ഉള്ള ആക്ടിവിറ്റീസ് ആയിരിക്കുമല്ലോ ചെയ്യിക്കുന്നതെന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഫുൾ മോണ്ടിസോറി മെത്തേഡ് ആയിരിക്കും മിസ് പറഞ്ഞിട്ടുണ്ട്. ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമ്മുടെ ഫ്രെയിംസ്, പിങ്ക് ടവർ കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുപോയിട്ട് ചെയ്യാം. ഡെമോൺസ്ട്രേറ്റ് ഒക്കെ ചെയ്യാം. മിസ് ഞങ്ങള് ഗ്ലിറ്റർ പേപ്പറിലും ചെയ്തു മിസ്. പണി കിട്ടി. ജിഷാ മിസ് പറഞ്ഞു അത് ഞാൻ സമ്മതിക്കൂല, സാൻഡ് പേപ്പർ തന്നെ വേണമെന്ന് പറഞ്ഞു. അതിപ്പോ എല്ലാരും ചേഞ്ച് ചെയ്തോണ്ടിരിക്കുവാ. അതൊക്കെ കട്ട് ചെയ്ത് ശരിയാക്കിക്കോട്ടെ. അത് ഫുള്ള് മാറ്റണ്ടല്ലോ, 6 ലെറ്റേഴ്സ് വെച്ച് മാറ്റിയാൽ മതി എന്നല്ലേ പറഞ്ഞത്? ഇല്ല, ഇപ്പൊ ഇത് ഫുള്ള് വേണം മഷിത, കാരണം സ്മോൾ ലെറ്റർ പഠിപ്പിക്കണ്ടേ.
സ്മോൾ ലെറ്ററിന്റെ ക്യാപിറ്റൽ ലെറ്റർ കഴിഞ്ഞു മിസ് 0-9 കഴിഞ്ഞു. രണ്ടാമത് ചെയ്തതാണ്. കാരണം ഗ്ലിറ്റർ ഫുള്ള് മാറ്റേണ്ടി വന്നു. കുട്ടികൾക്ക് അത് നഖത്തില് കൊള്ളും. അതായത് ആ ഒരു ഇത് വയലിൻ പോലെ നിങ്ങൾ ചെയ്ത സമയത്ത് പറഞ്ഞതാണ് സാൻഡ് പേപ്പർ ആണ് കുറച്ചും കൂടി പ്രിഫറബിൾ എന്ന്. മിസ് ചോദിച്ചോട്ടെ? അല്ല മിസ്, നമുക്ക് ഏത് ക്ലാസ് വരെ നമുക്ക് അങ്ങനെ പഠിപ്പിക്കാനായിട്ട് പറ്റും? അതായത് 3 to 6 years ആണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത്. 3 to 6 years. പിന്നെ നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് മാറും. നമുക്കിപ്പോ ഡിഗ്രി PG ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ ക്ലാസ്സുകളുടെ ആ ഒരു ഇതും മാറാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ ചിലപ്പോ 4, 3 year 2 ഒക്കെ നമുക്ക് കിട്ടും. നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് മാറില്ല. ഇപ്പം എൻ്റെ ഒരു കുട്ടി MD ഒരു കുട്ടിയാണ്. ആള് പഠിപ്പിക്കുന്ന 8ാം ക്ലാസ്സിലാണ്. ഇംഗ്ലീഷാണ് പഠിപ്പിക്കുന്നത്. ആൾക്ക് MA ഇംഗ്ലീഷ് കഴിഞ്ഞതാണ്. അപ്പൊ അത് സബ്ജക്ട് അനുസരിച്ച് മാറും. അത് ഇതാണ്. പക്ഷെ അത് ഓരോ സ്കൂളുകളുടെ വേക്കൻസി അനുസരിച്ചിട്ടൊക്കെയാണ്. പക്ഷെ നമ്മളുടെ മെയിൻ ടൈം എന്ന് പറയുന്നത് 3 to 6 years ആണ്. മോണ്ടിസോറി ഇയേഴ്സ് അല്ലെങ്കിൽ മോണ്ടിസോറി കുട്ടികളുടെ ഏജ് എന്ന് പറയുന്നത് 3 to 6 years ആണ്. KG സെഷനാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. pre-KG, LKG, UKG. അടുത്ത വർഷം മുതൽ pre-KG കുറച്ചും കൂടി എഫിഷ്യന്റ് ആയിരിക്കും. നല്ല രീതിയിൽ pre-KGs പുതിയ സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളിൽ കൂടുതൽ pre-KGs ഈ ഒരു മോണ്ടിസോറി സിലബസ് തന്നെ വെച്ച് ക്ലാസ്സുകൾ പോകും. അപ്പൊ നോക്കുക, നല്ല രീതിയിൽ പെർഫോം ചെയ്യാം. ബെസ്റ്റ് വിഷസ്, നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള. ടെൻഷൻ വേണ്ട. നിങ്ങൾ ടീച്ചിങ് മാനുവൽസിനെ കുറിച്ചിട്ടൊക്കെ ഷാർമിസിനോട് ചോദിക്കണം കേട്ടോ. ടീച്ചിങ് മാനുവൽസും കാര്യങ്ങളും നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ലെസൺ പ്ലാൻ അല്ലേ മിസ്? ലെസൺ പ്ലാനും കാര്യങ്ങളൊക്കെ ടീച്ചിങ് മാനുവൽസ്. ഓക്കെ, അതൊരു ലെസൺ പ്ലാൻ കാര്യങ്ങളൊക്കെ ഒന്ന് ടീച്ചറിനോട് ചോദിച്ചിട്ട് മനസ്സിലാക്കാം. അപ്പോ എന്നിട്ട് കറക്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാം, ടൈം ചെയ്ത് വാങ്ങിക്കാം. ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ. എനിക്കൊരു കൺഫ്യൂഷൻ മിസ്, ഫുൾ ടൈം കിട്ടിക്കഴിഞ്ഞാലേ എന്തൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും എന്നുള്ളതാണ് ഒരു കൺഫ്യൂഷൻ. ഒരു ദിവസത്തില് കുഞ്ഞുങ്ങളാണല്ലോ. ആക്ഷൻ സോങ് LKG ആണല്ലേ പറഞ്ഞത്. ഇപ്പൊ ചിലപ്പോ അവർ ആൽഫബറ്റ്സും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ക്യാപിറ്റൽ സ്മോൾ ലെറ്റർ ആൽഫബറ്റ്സ് പഠിച്ചിട്ടുണ്ടാവും. ഇനി അവര് വേർഡ്സ് ആയിരിക്കും പഠിക്കുന്നത്. സ്മോൾ ലെറ്റർ പഠിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് വേർഡ്സ് യൂസ് ചെയ്ത് സ്മോൾ ലെറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പിന്നെ വേർഡ്സും കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തോന്നുന്നുണ്ട്. LKG അല്ലേ? ഇല്ല മിസ്, ഇവരുടെ നോട്ടില് സ്മോൾ ലെറ്റർ ആണ് ഇപ്പൊ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ പറഞ്ഞു കൊടുക്കുന്നു. സ്മോൾ LKG മിസ് സെയിം ആണ് മിസ്. കൊറേ വിശേഷം ചോദിക്കാണ്ടായിരുന്നു. ഇന്നിപ്പോ പോയിട്ടില്ല. പയറ് എന്നാന്നൊട്ടൊന്നും പോയിട്ടില്ല. നല്ല രീതിയിൽ പ്രിപ്പയർഡ് ആയിട്ട് തന്നെ പോവാം. നല്ല കോൺഫിഡന്റ് ആയിട്ട് കൺഫേം ചെയ്യാം. നല്ല കുട്ടികളാണെന്ന് അറിയിക്കണം. സ്മാർട്ട് സ്ട്രീമിനെ കുറിച്ച് ഇൻഫനിലെ സിസ്റ്ററിന് മനസ്സിലാക്കാൻ കൊടുക്കണോണ്ട് കേട്ടോ. താങ്ക് യു മിസ്. എന്തായാലും ഞങ്ങള് ബെസ്റ്റ്. ഓക്കെ, എല്ലാവരോടും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ നിങ്ങളുടെ ലൈഫിൽ കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ടീച്ച് ചെയ്ത് ഹാപ്പി ആയിട്ട് പോവാം, ഹാപ്പി ആയിട്ട് പോരാ. ഓക്കെ മിസ്. താങ്ക് യു മിസ്. താങ്ക് യു മിസ്.